ഉണ്ടാകും, വ്യക്തമാകും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായത്. നമസ്കാരം. മുല്ലപ്പെരിയാർ വീണ്ടും ആശങ്കയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മഴക്കാലത്തും മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തെ പേടിപ്പിക്കുന്നതാണ്. അത് ഇത്തവണയും അതിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇത്തവണ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടുതൽ രീതിയിലുള്ള പ്രചാരണങ്ങൾ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചുണ്ട്. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇത്തവണ മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് കഴിഞ്ഞ തവണത്തെ അത്രയും എത്തിയിട്ടില്ല. 136 അടിയിലേക്ക് ഇതുവരെ ജലനിരപ്പ് ഉയർന്നിട്ടില്ല. എന്നിട്ട് പോലും ഡാം പൊട്ടുമോ എന്നുള്ള പേടി ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിൽ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത്രയും വർഷം പഴക്കമുള്ള ഡാം ാണ്. ഇപ്പോൾ തന്നെ ഡാമിന്റെ പഴക്കം എന്ന് പറയുന്നത് 129 വർഷമായി. അതുകൊണ്ട് തന്നെ പേടി സ്വാഭാവികമാണ്. ഡാമിന്റെ കാലപ്പഴക്കം ഒരു കാരണമാണ്. ഇതേക്കുറിച്ച് പലതവണ നിയമ പോരാട്ടങ്ങൾ ഉണ്ടായിട്ടും കോടതിക്ക് പക്ഷേ ഇതുവരെ ബോധ്യം വന്നിട്ടില്ല ഡാമിന് സുരക്ഷാ ഭീഷണി ഉണ്ട് എന്നുള്ളത്. പക്ഷേ കേരളം തുടർച്ചയായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ ജനങ്ങൾ പേടിക്കുന്നത്. അത് മാത്രമല്ല അല്ലേ അപർണ, ഈ വയനാട്ടിലെ സംഭവം, അതുപോലെ തന്നെ തുംഗഭദ്ര ഡാമിന്റെ ഷട്ടർ തകർന്നത്, ഇക്കാര്യങ്ങളൊക്കെ വലിയ ഭീതി ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. പക്ഷേ ഈ ആശങ്ക കൂട്ടുകയല്ല, ജനങ്ങളുടെ മനസ്സറിയണം, ഒപ്പം പരിഹാര നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കണം. അതാണ് ന്യൂസ് 18 കേരളത്തിന്റെ ലക്ഷ്യം. മുല്ലപ്പെരിയാർ അണക്കെട്ട് ജനങ്ങളെ പേടിപ്പിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ആ ആശങ്ക പറഞ്ഞുകൊണ്ട് എപ്പോഴും ഈ പേടിയിൽ തന്നെ നിൽക്കണോ? ഇതിൽ പ്രചരിക്കുന്ന ഏതെല്ലാം കാരണങ്ങൾ ശരിയാണ്, ഏതെല്ലാമാണ് വസ്തുതാ വിരുദ്ധമായിട്ടുള്ളത്? ഇങ്ങനെ പല കാര്യങ്ങൾ പ്രചരിക്കുമ്പോൾ അതിൽ തെറ്റും ശരിയും തിരിച്ചറിയേണ്ടതുണ്ട്. ഇക്കാര്യം കൂടി ന്യൂസ് 18 ഈ ലൈവത്തോണിൽ പ്രകടമായി തന്നെ വരും. ഇന്നൊരു ദിവസം മുഴുവൻ മുല്ലപ്പെരിയാർ സമ്പൂർണ്ണ കവറേജിനായിട്ട് ഞങ്ങൾ മാറ്റിവെക്കുകയാണ്. ഞങ്ങളുടെ വിപുലമായിട്ടുള്ള വാർത്താ സംഘം ഇന്ന് ഇടുക്കി ജില്ലയിലെ അടക്കം ജനങ്ങളുടെ ഒപ്പമാണുള്ളത്. ആശങ്ക വേണ്ട എന്ന് മന്ത്രിമാർ അടക്കം പലതവണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കുറെ കാലമായിട്ട് മുല്ലപ്പെരിയാർ സമരം, മുല്ലപ്പെരിയാർ വിരുദ്ധ സമരത്തിന് ശക്തി കുറഞ്ഞു വരികയായിരുന്നു. അവിടെയും ഇവിടെയും ഒക്കെ ഇതേക്കുറിച്ചുള്ള സെമിനാറുകളും പ്രസംഗ പരമ്പരകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ സമരങ്ങളെല്ലാം വീണ്ടും സമരം അതിന്റെ പഴയ രീതിയിലേക്ക് തന്നെ വരുന്നതിന്റെ ഒരു സൂചന കാണുകയാണ്. കാരണം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് വെള്ളം ഒഴുകിയെത്തുമ്പോൾ ഏത് ജനങ്ങളെയാണോ കൂടുതലായി ബാധിക്കുന്നത് ആ മേഖലകളിൽ ഇന്നു മുതൽ സമരം തുടങ്ങുകയാണ് എന്ന പ്രത്യേകതയുമുണ്ട്. അത് ഈ വണ്ടിപ്പെരിയാർ തുടങ്ങിയ മേഖലകളിൽ ഇന്ന് തന്നെ ഇത്തരത്തിലുള്ള സമരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ചപ്പാത്തിൽ അങ്ങനെയുള്ള സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ ഞങ്ങളുടെ റിപ്പോർട്ടർമാർ തത്സമയം തന്നെ ചേരുന്നുണ്ട്. അവരുടെ ആശങ്കകൾ എത്രത്തോളമാണ് ഉള്ളത്, ഇത് ഏത് രീതിയിൽ പരിഹരിക്കണം എന്നാണ് അവരുടെ നിർദ്ദേശങ്ങൾ. പ്രധാനമായും ജനങ്ങളുടെ നിർദ്ദേശമാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളതും. സർക്കാർ പറയുന്നത് ഒറ്റ കാര്യം മാത്രമാണ്, പുതിയ ഡാം വേണം, അങ്ങനെ ആശങ്ക അകറ്റണം എന്നാണ്. പക്ഷെ തമിഴ്നാട് അതിന് ഇതുവരെ സമ്മതം മൂളിയിട്ടില്ല. ഏതായാലും ജനങ്ങൾ പറയട്ടെ അവരുടെ പേടി. ഇങ്ങോട്ട് മഞ്ജുശ്രീ, വയനാട് സമയത്തൊക്കെ നമുക്കറിയാം ജനങ്ങൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ മുല്ലപ്പെരിയാറിൽ നിങ്ങൾ ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറയൂ എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങളാണ് പറയേണ്ടത് എന്താണ് അവർ പേടിക്കുന്നത്, എന്താണ് അവർ ആശങ്ക. ഇതെല്ലാം നമ്മുടെ അധികൃതർ എല്ലാം കാണണം, കണ്ണു തുറന്ന് കാണണം, കേൾക്കണം. ഇനി പരിഹാര മാർഗങ്ങൾ എന്താണെന്ന് പറയാൻ വേണ്ടി വിവിധ മേഖലകളിലുള്ള പ്രമുഖരുണ്ടാവും, രാഷ്ട്രീയ നേതാക്കളൊക്കെ ഈ വരും മണിക്കൂറുകൾ നമുക്കൊപ്പം ഉണ്ടാകും. ഒപ്പം 8 മണി വരെയാണ് ഈ ക്യാമ്പയിൻ നിശ്ചയിച്ചിട്ടുള്ളത്. ലൈവത്തോൺ എന്ന രീതിയിൽ തന്നെയാണ് ക്യാമ്പയിൻ പോകുന്നത്. കാരണം ഏതെല്ലാം ജനവിഭാഗങ്ങളെയാണ് ഇത് കൂടുതലായി ബാധിക്കുന്നത് അതേ മേഖലകളിൽ ചെന്ന് തന്നെയാണ് ഈ ക്യാമ്പയിൻ നടത്തുന്നത്. മുല്ലപ്പെരിയാറിനെ പേടിക്കണോ? ഇപ്പോൾ ഈ ഭയപ്പാട് എത്രമാത്രമുണ്ട്? ഇത് പരിഹരിക്കുവാനായിട്ട് സർക്കാരിന് കഴിയുന്നുണ്ടോ? ഈ കാര്യങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഞങ്ങളുടെ പ്രതിനിധികളിലേക്ക് തന്നെ പോകാം. അവർ വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ തന്നെ തയ്യാറുണ്ട്. അതിനു മുൻപ് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വെള്ളം ഒഴുക്കിവിടുന്ന സമയത്ത് ഏതെല്ലാം ആളുകളെയാണ് ബാധിക്കുന്നത് എന്ന കാര്യം നമുക്ക് പലതവണ കണ്ടിട്ടുള്ളത്. 15 ദശലക്ഷം ഘനയടി ജലമാണ് ഡാമിന്റെ പൂർണ്ണ സംഭരണശേഷി. പക്ഷേ കോടതി നിർദ്ദേശപ്രകാരമുള്ള അനുവദനീയമായിട്ടുള്ള പരമാവധി സംഭരണശേഷി 11 ദശലക്ഷം ക്യൂബിക് അടിക്ക് തുല്യമാണ്. അതിവർഷം ഉണ്ടായാൽ അല്ലെങ്കിൽ ഡാം തകർന്നാൽ വെള്ളം എങ്ങനെ ഒഴുകും എന്ന് നോക്കണം. ആദ്യത്തെ എക്സ്പ്ലെയിനറിലേക്ക് 15 ദശലക്ഷം ഘനയടി ജലമാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ പൂർണ്ണ സംഭരണശേഷി. എന്നാൽ കോടതി നിർദ്ദേശപ്രകാരമുള്ള അനുവദനീയമായ പരമാവധി സംഭരണശേഷി എന്നത് 11 ദശലക്ഷം ക്യൂബിക് അടിക്ക് തുല്യമാണ്. എന്നാൽ കനത്ത മഴയെ തുടർന്ന് 2011 മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് 136.4 അടിയായി ഉയർന്നിരുന്നു. മഴ കുറഞ്ഞതോടെ ഇത് 136.3 അടിയായി കുറഞ്ഞു. 11.2 ദശലക്ഷം ഘനയടി വെള്ളമാണ് അന്ന് ഡാമിൽ ഉണ്ടായിരുന്നത്. ഈ വെള്ളം 24 മണിക്കൂർ എടുത്താണ് ഇടുക്കി ഡാമിലേക്ക് എത്തിയത്. എന്നാൽ ഭൂകമ്പത്തെ തുടർന്നോ മറ്റോ ഡാം തകർന്നാൽ 3-4 മണിക്കൂർ കൊണ്ട് വെള്ളം ഇടുക്കി ഡാമിലെത്തും. മുല്ലപ്പെരിയാറിൽ നിന്ന് വള്ളക്കടവ് നിന്ന് വണ്ടിപ്പെരിയാർ, ചപ്പാത്ത്, അയ്യപ്പൻ കോവിൽ വഴിയാണ് ഇടുക്കി ഡാമിലേക്ക്, ഇടുക്കി റിസർവോയറിലേക്ക് ഈ വെള്ളം എത്തുക.
ഇടുക്കി ഡാമിന്റെ പരമാവധി സംഭരണ ശേഷി എന്നത് 74.5 ദശലക്ഷം ഘനയടിയാണ്. എന്നാൽ 70.5 TMC വരെയാണ് സംഭരിക്കാറുള്ളത്. ഡാം തകർന്നതിനു ശേഷം വെള്ളം ഇടുക്കി ഡാമിലേക്ക് ഒഴുകിയെത്താനെടുക്കുന്ന 3 to 4 മണിക്കൂറിനുള്ളിൽ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ ചെറുതോണി ഡാമിന്റെ ഷട്ടറുകൾ നിയന്ത്രിതമായി തുറന്നുകൊണ്ട് ഇടുക്കി ഡാമിന്റെ ജലനിരപ്പ് നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ചെറുതോണി ഡാമിന് മുകൾ ഭാഗത്ത് 5 പ്രധാന ഷട്ടറുകളും താഴെ 2 ചെറിയ ഷട്ടറുകളുമാണ് ഉള്ളത്. എന്നാൽ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് നിലവിലുള്ളതിലും കൂടുതലായിരിക്കുമ്പോഴാണ് ദുരന്തം എത്തുന്നതെങ്കിൽ സ്ഥിതി ഇതിലും ഗുരുതരമാകും. മുല്ലപ്പെരിയാർ തകരുന്ന പക്ഷം ഒഴുകിയെത്താനിടയുള്ള മണ്ണും കല്ലും മരങ്ങളും മറ്റും ഇടുക്കിയുടെ സംഭരണശേഷി ഗണ്യമായി കുറയ്ക്കാനും സാധ്യതയുണ്ട്. കൂടാതെ മരങ്ങളും മറ്റും ഒഴുകി വന്ന് ഷട്ടറുകളിലൂടെയുള്ള ജലപ്രവാഹത്തിന് തടസ്സമുണ്ടായാൽ പുറന്തള്ളുന്ന ജലത്തിന്റെ അളവ് കുറയുകയും ചെയ്യും. മറ്റൊരു സാധ്യത മുല്ലപ്പെരിയാർ ഡാമിൽ തകർന്നാൽ കുതിച്ചെത്തുന്ന വെള്ളവും മരങ്ങളടക്കമുള്ള മറ്റ് അവശിഷ്ടങ്ങളും ഇടുക്കി ഡാമിന് ഭീഷണിയാകുന്നത് സംബന്ധിച്ചാണ്. മുല്ലപ്പെരിയാർ ഡാം ഒന്നാകെ തകരുകയാണെങ്കിൽ 50 അടി ഉയരത്തിലാണ് വെള്ളം ഇടുക്കി ഡാമിലേക്ക് കുതിച്ചെത്തുക. ഈ ഭാഗത്തുള്ള വള്ളക്കടവ്, വണ്ടിപ്പെരിയാർ, മ്ലാമല, ചപ്പാത്ത്, ഉപ്പുതറ, അയ്യപ്പൻകോവിൽ പ്രദേശങ്ങളിലെ ആളുകളുടെ ജീവനാണ് ഇതുമൂലം അപകടത്തിലാകുക. ഇവരിൽ നല്ലൊരു പക്ഷം തമിഴ് വംശജരാണ്. ഈ ആഘാതത്തിൽ ഇടുക്കി ഡാം തകർന്നാൽ താഴെയുള്ള അണക്കെട്ടുകളും ഫലത്തിൽ തകരാം. അതായത് ഇടുക്കി ഡാം തകർന്നാൽ ചെറുതോണി ഡാമുണ്ട്, ഇവിടെ കുളമാവ് ഡാമുണ്ട്, മലങ്കര ഡാമുണ്ട്. അതിനുശേഷം ലോവർ പെരിയാർ വഴി ഇത് പോകുന്നത് ഭൂതത്താൻകെട്ട് അണക്കെട്ടാണ്. അതെല്ലാം തന്നെ തകരാനുള്ള സാധ്യതയിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. ഫലത്തിൽ ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, തൃശൂർ, പത്തനംതിട്ട ജില്ലകളിലെ ജനങ്ങളെ ആകെ ബാധിക്കുന്നതിലേക്കാണ് ഇത്തരമൊരു ദുരന്ത സാധ്യത വിരൽ ചൂണ്ടുന്നത്. ചെറുതോണി ഡാമിന്റെ ഷട്ടറുകൾ പൂർണ്ണമായി തുറന്നാൽ പെരിയാറിലൂടെ 40 അടി ഉയരത്തിൽ വെള്ളം കുതിച്ചുപായുമെന്നാണ് മറ്റൊരു നിഗമനം. കാലവർഷത്തേക്കാണെങ്കിൽ സ്ഥിതി ഇതിലും ഗുരുതരമാകും. ഇനി ജനങ്ങൾ പറയട്ടെ. ഒപ്പം ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു വിവിധ ഇടങ്ങളിൽ നിന്ന്. ടോം കുര്യാക്കോസും പ്രിൻസും ചപ്പാത്തിൽ നിന്ന് ചേർന്നു. ഡാനി പോളും സ്റ്റാലിനും ചെറുതോണിയിൽ നിന്ന്, ഒപ്പം MS അനീഷ് കുമാർ വള്ളക്കടവിൽ നിന്നും, G ശ്രീജിത്ത് മൂവാറ്റുപുഴയാറിന് തീരത്ത് നിന്നും നമുക്കൊപ്പം ചേരുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കുന്ന സമയത്ത്, വെള്ളം ഇടുക്കി ഡാമിലേക്ക് ഒഴുക്കി വിടുന്ന സമയത്ത്, 136 അടിക്ക് മുകളിൽ വരുന്ന സമയത്ത്, കഴിഞ്ഞ തവണ മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാകുന്നത് അതിന്റെ ഏറ്റവും അടുത്തുള്ള പ്രദേശത്താണ്. അത് എന്ന് പറയുന്നത് വള്ളക്കടവ് എന്ന സ്ഥലമാണ്. വള്ളക്കടവിലായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ആശങ്കപ്പെട്ടതും അതുപോലെ തന്നെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട അവസ്ഥ വന്നതും. MS അനീഷ് കുമാറാണ് എനിക്ക് തോന്നുന്നു വള്ളക്കടവിൽ ഇപ്പോൾ ഉള്ളത്. വള്ളക്കടവ് അതുപോലെ തന്നെ വണ്ടിപ്പെരിയാർ, ഈ 2 സ്ഥലങ്ങളും അടുത്തടുത്താണ്. അനീഷ്, വള്ളക്കടവിൽ മുൻപ് സമരങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പോൾ എങ്ങനെയാണ് വള്ളക്കടവിലെ ആളുകൾ എന്താണ് പറയുന്നത്? പഴയതിനേക്കാൾ വലിയ ഒരു പേടി അവർക്കുണ്ടോ ഇപ്പോൾ? എന്തായാലും ജലനിരപ്പ് കുറവാണ്, കഴിഞ്ഞ തവണത്തെ അത്രയും ഇല്ല. എങ്കിൽ പോലും ആളുകൾ എന്താണ് പറയുന്നത്? മഞ്ജുഷ്, ഏറ്റവും അധികം തവണ ആളുകളെ മുല്ലപ്പെരിയാറിന്റെ പേരിൽ ഒഴിപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ വസ്തുവകൾക്ക് നാശം വന്നത് നമ്മൾ നിൽക്കുന്ന ഈ വള്ളക്കടവ് സ്ഥലത്താണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും സാധാരണ ഗതിയിൽ ഗേറ്റുകൾ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകിയാൽ ഇവിടെ എത്താൻ 40 മിനിറ്റ് സമയമാണ് ആദ്യഘട്ടത്തിൽ എടുക്കുക. അതായത് പാറക്കെട്ടുകളാണ്, ഒപ്പം മറ്റ് വനമേഖലയൊക്കെയാണ്. അതിലൂടെ നിരന്നൊഴുകിയാണ് ആദ്യഘട്ടത്തിൽ വെള്ളം വരിക. അത്തരത്തിൽ വെള്ളം വരാൻ ആദ്യ തവണ തുറന്നാൽ 40 മിനിറ്റ് എടുക്കും. അതിനുശേഷം നിമിഷങ്ങൾക്കുള്ളിലാവും വെള്ളം ഇവിടേക്ക് ഇരച്ചെത്തുക. നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശങ്ങളിലൊക്കെ നേരത്തെ റിപ്പോർട്ടിങ്ങിനായി വന്നിട്ടുള്ളതാണ്. ഓരോ തവണയും മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കുമ്പോഴും ഈ മേഖലയൊക്കെ പൂർണ്ണമായും വെള്ളത്തിനടിയിലാവും. 2018 മഹാപ്രളയം വന്നപ്പോൾ ഞാൻ ആ നടന്ന് വന്ന സ്ഥലം മുതൽ ഈ നടന്നു കയറുന്ന ആ സ്ഥലത്തിൽ തുടങ്ങി ഈ മുകളിലെ റോഡ് വരെ വെള്ളം നികന്നൊഴുകുന്ന കാഴ്ചയാണ് കണ്ടത്. അതായത് നിയന്ത്രിതമായ രീതിയിൽ അണക്കെട്ട് തുറന്ന് പുറത്തേക്ക് വെള്ളം ഒഴുക്കിയാലാണ് ഈ വഴി പോലും മൂടിപ്പോകുന്ന രീതിയിൽ വെള്ളം വരിക. മറിച്ചുള്ള ചില ദുർഘടനകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില അപകടങ്ങൾ ഉണ്ടായാൽ ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് ഏത് തരത്തിലാവും എന്നത് നമുക്ക് ഒരു തരത്തിലും പ്രവചിക്കാൻ കഴിയില്ല. ഇതൊരു ഭീഷണിപ്പെടുത്തലല്ല, മറിച്ച് ഈ ഇവിടുത്തെ ജനങ്ങൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അനുഭവിക്കുന്ന ഒരു കാഴ്ചയുടെ ഒരു നേർചിത്രം തന്നെയാണ്. നമുക്ക് എന്തായാലും ഈ വള്ളക്കടവിലെ ഒരുപറ്റം ആളുകൾ, നാട്ടുകാർ, എന്നും ഈ ആശങ്കയുടെ നിഴലിൽ ജീവിക്കുന്ന ആളുകൾ നമ്മോടൊപ്പം ഉണ്ട്. അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഇപ്പോൾ വലിയൊരു ആശങ്കയായി സമൂഹ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ ഒരു പ്രചാരണം നടക്കുന്നു. അണക്കെട്ട് വീണ്ടും ഒരു ഭീഷണിയിലാണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനുമൊക്കെ ഭീഷണിയുണ്ട്. നിങ്ങളിങ്ങനെ ഒരു ആശങ്കയിൽ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ടോ, അതോ നിങ്ങളുടെ ആശങ്കയൊക്കെ പൂർണ്ണമായും ആകുന്നു?
ഇത് വീണ്ടും ഒരു ആശങ്ക എന്നുള്ളതല്ല ഇതിനകത്തെ പ്രശ്നം. ഇത് 976 ആദ്യമായി മുല്ലപ്പെരിയാർ ഡാമിന് വിള്ളലുണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. അന്നത്തെ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഒരു എഞ്ചിനീയർ, അതായത് ഈ വൈദ്യുതി ബോർഡിൽ തന്നെ ജലസേചന പദ്ധതിയുമായി ബന്ധപ്പെട്ട ആ ഡിപ്പാർട്ട്മെന്റ് ഒരു എഞ്ചിനീയറാണ് അത് കണ്ടുപിടിച്ച് പുള്ളി അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ആ പുള്ളി പറഞ്ഞ കാര്യങ്ങളെ ആരും എതിർത്തില്ല. വളരെ ശാസ്ത്രീയപരമായിട്ട് ആ പുള്ളി ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിൻ്റെ കാര്യത്തെക്കുറിച്ച് പിന്നീട് പറയത്തില്ലല്ലോ. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അവസ്ഥ 76 തൊട്ടിങ്ങോട്ട് മുല്ലപ്പെരിയാർ ഡാമിന് ബലക്ഷയമുണ്ട്. അപ്പോൾ 76 തൊട്ട് ഇതുവരെ എന്തുകൊണ്ട് പൊട്ടിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പ്രകൃതി നിയമമാണ്. എപ്പോൾ പൊട്ടും എങ്ങനെ പൊട്ടും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. മുല്ലപ്പെരിയാർ ഡാമിന് യഥാർത്ഥത്തിൽ ബലക്ഷയമുണ്ട്, അതിന് ചോർച്ചകളുണ്ട്, അതിൻ്റെ ഫൗണ്ടേഷൻ ഇത് മുകളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഡാമിന് കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ അടിയിലത്തെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വലുപ്പമുള്ള കല്ലുകൾ കൊണ്ടിട്ട് വലിയ കുഴി നികത്തി അതിൻ്റെ പുറത്ത് സുർക്കി മിശ്രിതവും കോൺക്രീറ്റ് മിശ്രിതവും ചേർത്ത് അതിനെ ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് ഡാം പണിതിരിക്കുന്നത്. ഈ ഡാമിൻ്റെ ലീക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ പുറത്തുകൂടെ കാണാൻ പറ്റത്തില്ല. ഡാമിൻ്റെ അടിഭാഗത്തുകൂടെയാണ് ഇതിൻ്റെ ലീക്ക്. അത് കാണാതിരിക്കാൻ വേണ്ടി കഴിഞ്ഞ ഒരു 10-15 വർഷത്തിന് മുമ്പ് ഈ സ്പിൽവേയോട് ചേർന്ന് ഏതാണ്ട് ഒരു 60-70 മീറ്റർ ദൂരത്തിൽ അവിടെ മണ്ണിട്ട് നികത്തിയിട്ടുണ്ട്. അപ്പോൾ ആ മണ്ണിട്ട് നികത്തിയപ്പോൾ ആ മണ്ണൊക്കെ ഈ വെള്ളത്തിൻ്റെ കൂട്ടത്തിൽ കുറേശ്ശെ ഒലിച്ചു പോകുന്ന വെള്ളത്തിൻ്റെ കൂട്ടത്തിൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അടിത്തട്ടിൽ അതിൻ്റെ ഫൗണ്ടേഷനിലേക്ക് പോയി കുറേ ലീക്കുകളൊക്കെ അടഞ്ഞു. എങ്കിലും അത് സുരക്ഷിതമല്ല. മണ്ണിട്ട് ലീക്ക് അടച്ചാൽ എന്തുമാത്രം പ്രയോജനപ്പെടും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ആർക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിന് ബലക്ഷയം ഉണ്ടെന്നുള്ളത് 100% ഉറപ്പാണ്. ഇത് എന്ന് പൊട്ടും എന്ന് പൊട്ടത്തില്ല എന്നതിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം തന്നെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പരിസരത്ത് കണ്ട് 3.5% ഭൂചലനത്തിൻ്റെ ഇതുണ്ടായിട്ടുണ്ട്. അത് 6% ആണെങ്കിൽ ഉറപ്പായിട്ടും മുല്ലപ്പെരിയാർ ഡാം പൊട്ടും. അല്ലെങ്കിൽ പോലും ഇത് ഭാവിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ബെന്നിക്കുക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് 50 വർഷം കഴിയുമ്പോൾ ഈ പ്രദേശത്തിനെ നടുക്കുന്ന ഒരു തലയണയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ 120-128 വർഷത്തോളം ഇപ്പോൾ ആകാൻ പോകുന്നു മുല്ലപ്പെരിയാർ ഡാം പണിതിട്ട്. ലോകത്തൊരിടത്തും 50 അല്ലെ 60 വർഷത്തിൽ കൂടുതൽ ഗ്യാരണ്ടിയുള്ള ഒരു കോൺക്രീറ്റ് കെട്ടിടങ്ങളോ ഡാമുകളോ ഇല്ല. തമിഴ്നാട് 999 വർഷത്തേക്കിന് ലീസിനെടുത്തേക്കെന്ന് പറഞ്ഞു. അത് ശരിക്കും പറഞ്ഞാൽ 1999 വരെ ആയിരുന്നു. തമിഴ്നാട് ഇത് മദ്രാസ് ഗവൺമെന്റ് ആയിരുന്നു. തമിഴ്നാടും കേരളവുമായി 2 സംസ്ഥാനമായി രൂപാന്തരപ്പെട്ടതിന് ശേഷം തമിഴ്നാടാണ് ഇതിന്റെ മുഴുവൻ വെള്ളം. അന്നത്തെ കാലത്ത് ഡാം പണിതും തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അവിടെ കിടക്കുന്ന 10,000-കണക്കിന് ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിന് വേണ്ടി ജലസേചന പദ്ധതിയായിട്ടന്ന് നിർമ്മിച്ചതാണ് മുല്ലപ്പെരിയാർ ഡാം. അതവിടെ ജലസേചനം കൊണ്ടുപോയി അവർ കൃഷി ചെയ്യുന്നതിനോ അവർ വെള്ളം കൊണ്ട് കുടിക്കുന്നതിനോ കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ ഈ അന്നത്തെ കരാറിനകത്ത് പറഞ്ഞിട്ടില്ല. കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതൊന്നും കേരളത്തിൽ ജീവിക്കുന്ന ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ പദ്ധതി പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ ഒന്നും വിഷയമല്ല ഇത്. അത് ഗവൺമെന്റിന്റെ വിഷയമാണ്. ഗവൺമെന്റ് പറയുവാണെങ്കിൽ നമ്മൾ ശക്തമായി അതിനെ എതിർക്കണമെന്ന് ഗവൺമെന്റ് ജനങ്ങളോട് ആവശ്യപ്പെട്ടാൽ ഗവൺമെന്റ് കൂട്ടത്തിൽ നിൽക്കും. അല്ല, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഈ ഡാം മുല്ലപ്പെരിയാറിന് തമിഴ്നാടിന് വിട്ടുകൊടുക്കട്ടെ. തമിഴ്നാടിന് വിട്ടുകൊടുത്താൽ ഞങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കപ്പെട്ടു. അപ്പൊ എങ്ങനെ സംരക്ഷിക്കപ്പെടും എന്ന് ചോദിക്കും. ഇതിപ്പോ കേരളത്തിൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ചോളം നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാം പണിയാനായിട്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുവാദമില്ല. ഈ മുല്ലപ്പെരിയാർ ഡാമിന് ചുറ്റും 7,777 ചതുരശ്ര കിലോമീറ്ററിൽ PTR ആണ്, പെരിയാർ ടൈഗർ റിസർവ് എന്ന് പറയുന്ന കടുവാ സങ്കേതമാണ്. ആ കടുവാ സങ്കേതത്തിന് നടുവിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇത് പണിയാനായിട്ട് ഒരു കാരണവശാലും കേന്ദ്ര വന പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുവാദം കിട്ടത്തില്ല എന്നാണ് ഇവിടെ പറഞ്ഞ് ആളുകളിൽ പ്രചരിപ്പിക്കുന്നത്. അത് ചിലപ്പോൾ ശരിയായിരിക്കാം. കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് മാത്രമേ നിയമം സംരക്ഷിക്കാൻ വേണ്ടി ജനങ്ങളെ ഉപയോഗിക്കുന്നുള്ളൂ. ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ നിയമത്തെ വിനിയോഗിക്കുന്നില്ല. അതാണ് കേരളത്തിലെ ഒരു അവസ്ഥ. അതിനകത്ത് നമുക്ക് അതിനെക്കുറിച്ച് ആക്ഷേപമൊന്നും പറയാനില്ല. കാരണം നമ്മൾ കേരളത്തിൽ ജനിച്ചു, അതിനകത്ത് നമുക്ക് അഭിമാനമുണ്ട് കേരളീയ എന്ന് പറയുന്നതിനകത്ത്. പിന്നെ ഇത്തരം ചില നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ അതിനകത്ത് മാനസികമായി ബുദ്ധിമുട്ടുമുണ്ട്. ഇവിടെ ജൈവവൈവിധ്യം പരിപാലിക്കപ്പെടണം. അതാണ് PTR അല്ലെങ്കിൽ എക്കോളജിക്കലായിട്ടുള്ള ഇതിൽ നിന്ന് പറയുന്നത്. അത് വേണ്ടെന്ന് പറയുന്നില്ല. ഈ എക്കോളജി ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നത് ജനങ്ങളുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി, ജനങ്ങൾക്ക് ശ്വസിക്കുന്നതിനുള്ള വായു അന്തരീക്ഷത്തിൽ നിന്ന് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ വനസംരക്ഷണ പ്രവർത്തനവും ആവാസ വ്യവസ്ഥയും നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ജനങ്ങളുടെ ജീവന് ഈ കഴിഞ്ഞ 50-60 വർഷക്കാലമായിട്ട് ഈ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്ന ഒരു വലിയ ഭീഷണി. അതിന്റെ മുമ്പിൽ പ്രസക്തിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കേണ്ട കാര്യമുണ്ടോ? ചേട്ടൻ പറഞ്ഞ പോലെ ഇവർക്കാണ് നേരിട്ട് ഈ അണക്കെട്ടിൽ എന്താണ് സംഭവിച്ചത്, എന്തൊക്കെ കാര്യങ്ങളാണ് അണക്കെട്ടിൽ ചെയ്തിരിക്കുന്നത് എന്ന് കൃത്യമായി അറിയാൻ കഴിയുന്ന ആളുകൾ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. വള്ളക്കടവുകാരാണ് ഇത് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്നത്. അവരാണ് ഏത് സമയവും പേടിയോടെ കഴിയുന്നത്. മാത്രമല്ല, ഈ പുതിയ ഡാമിനെ കുറിച്ച് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. പുതിയ ഡാം കെട്ടാമെന്ന് സർക്കാർ പറയുമ്പോഴും ജനങ്ങൾക്ക് ബോധ്യമുണ്ട് അത് അങ്ങനെ നടക്കുന്ന കാര്യമല്ല. അതാണ് അദ്ദേഹം അത് തന്നെയാണ് പറയുന്നത്. കാരണം പുതിയ ഡാമിനൊക്കെ അനുമതി കിട്ടുക എന്നുള്ളത് വലിയ പ്രയത്നമാണ്. അതൊന്നും
അടുത്ത കാലത്തൊന്നും നടക്കുന്ന ഒരു സംഭവമല്ല. മാത്രമല്ല തമിഴ്നാട് ഇതിനൊന്നും സമ്മതിക്കുകയുമില്ല. ഇതെല്ലാം ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ട്. ഇപ്പോൾ അടുത്ത പ്രദേശത്തേക്ക് പോവുകയാണ്. ചപ്പാത്തിലേക്ക് പോകാം. ചപ്പാത്തില് ഇന്ന് രാവിലെ 10 തൊട്ട് സർവ്വമത പ്രാർത്ഥനയും കൂട്ട ഉപവാസവും ഒക്കെ നടത്തുകയാണ്. മുല്ലപ്പെരിയാർ സമരത്തിന് പ്രശ്നപരിഹാരം തേടിക്കൊണ്ട് വിവിധ മതസംഘടനകളടക്കം അതിന് കൂട്ടായി നിൽക്കുന്നുണ്ട്. ചപ്പാത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ ചപ്പാത്തിലും അതുപോലെ തന്നെ ഉപ്പുതറ ഭാഗത്തൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്നതാണ്. അവിടെ നിന്ന് ടോം കുര്യാക്കോസും പ്രിൻസും ചേരുന്നുണ്ട്. ടോം, സ്വാഭാവികമായിട്ടും ഉപ്പുതറയിലും ചപ്പാത്തിലും എപ്പോഴും പ്രതിഷേധമുള്ളതാണ് മുല്ലപ്പെരിയാർ ഡാമിനെതിരെ. പക്ഷെ അത് ചില സമയത്ത് വലിയൊരു ജനകീയ കൂട്ടായ്മയായി മാറും, ചില സമയത്ത് അവർ തന്നെ ഇത് പലതവണ സമരം നടത്തിയതാണ് പക്ഷെ പ്രയോജനമൊന്നും കിട്ടുന്നില്ല എന്ന രീതിയിൽ മാറി നിൽക്കും. പക്ഷെ ഇപ്പോൾ വീണ്ടും ഉപ്പുതറയും ചപ്പാത്തും സമരഭൂമിയായി മാറാൻ പോവുകയാണല്ലോ. എന്താണ് അവിടുത്തെ നാട്ടുകാരുടെ ഇപ്പോഴത്തെ ഒരു പ്രതികരണം? ടോം, അതുപോലെ തന്നെ സർവ്വമത സംഘടനകളെല്ലാവരും പള്ളിയും അമ്പലവും എല്ലാം ചേർന്നിട്ടുള്ള ഒരു ഉപവാസ സമരം കൂടിയാണ് നടക്കുന്നത്. അതായത് എല്ലാവരും ഒരുമിച്ചുണ്ട് ഈ സമരത്തിന് എന്നുള്ളൊരു സന്ദേശം നൽകാൻ കൂടി ജനങ്ങൾ ആഗ്രഹിക്കുന്നു, അല്ലേ? മഞ്ജുഷ്, 2011 മുല്ലപ്പെരിയാർ വിഷയത്തിൽ ചരിത്ര സമരത്തിന് സാക്ഷ്യം വഹിച്ച ചപ്പാത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതായത് വർഷങ്ങൾക്ക് ശേഷം മുല്ലപ്പെരിയാർ സമരസമിതി വീണ്ടും പുനഃസംഘടിപ്പിച്ചു. ഇന്ന് ഇവിടെ ഈ ചപ്പാത്ത് സ്നേഹക്കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സർവ്വമത പ്രാർത്ഥനയും ഉപവാസ സമരവും നടക്കുകയാണ്. നമുക്കറിയാം 2011 വന്നാൽ അന്ന് മന്ത്രി PJ ജോസഫ് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, തനിക്ക് മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്റെ ഉറക്കം പോലും നഷ്ടപ്പെടുന്നുവെന്ന്. സമാനമായ രീതിയിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടൊരവസ്ഥയാണ്. കാരണം നിരവധി പ്രളയങ്ങൾ, ഉരുൾപൊട്ടലുകളൊക്കെ കണ്ട് ഭയത്തോടെ ജീവിക്കുന്ന ഒരു ജനത, അവരാണ് ഇവിടെ ഇപ്പോൾ സമരത്തിന് തങ്ങളുടെ, അതായത് ഒരു ജലബോംബ് മുല്ലപ്പെരിയാറിൽ നിൽക്കുന്നു, ഏത് സമയവും പൊട്ടാമെന്ന ഭീതി ഇവർക്കുണ്ട്, ഈ നാട്ടുകാർക്കുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു മനുഷ്യജീവൻ പോലും ഈ പഞ്ചായത്ത്, അതായത് വണ്ടിപ്പെരിയാറ്, ഉപ്പുതറ ഉൾപ്പെടെ അയ്യപ്പൻകോവിൽ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ, ഈ 3 പഞ്ചായത്തുകൾ പൂർണ്ണമായും നശിക്കുമെന്ന് തന്നെയാണ് ഇവിടെയുള്ള ആളുകൾ തന്നെ പറയുന്നത്. അതായത് പലപ്പോഴും പറയും ഈ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ആ വെള്ളം ഇടുക്കി ഡാം തടഞ്ഞു നിർത്തുമെന്ന്. പക്ഷേ ഇടുക്കി ഡാം വരെയുള്ള സ്ഥലങ്ങളിലെ ഈ 3 പഞ്ചായത്തുകളിലായി ലക്ഷക്കണക്കിന് ആളുകൾ വസിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ ആളുകളുണ്ട്, അതായത് തമിഴ് വംശജരുണ്ട്, മലയാളികളുണ്ട്. അങ്ങനെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പഞ്ചായത്തുകളിലൊന്നായിട്ടുള്ള വണ്ടിപ്പെരിയാർ പഞ്ചായത്ത്, ആ വണ്ടിപ്പെരിയാറിൽ പഞ്ചായത്തിൽ നിന്നും ആണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ അയ്യപ്പൻ കോവിലും ഉപ്പുതറ പഞ്ചായത്ത്, ഈ 2 പഞ്ചായത്തും കൂടെ സംഗമിക്കുന്ന ഈ സ്ഥലത്ത് ചപ്പാത്തില് ഇവിടെയും 50,000-ലധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നുണ്ട്. ഈ ജനങ്ങളുടെ സുരക്ഷയില് ആരുത്തരം പറയും എന്നാണ് ഇവർ ചോദിക്കുന്നത്, ഈ സമരസമിതി ചോദിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ചപ്പാത്ത് സ്നേഹക്കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഉപവാസ സമരമുള്ളത്. അതോടൊപ്പം തന്നെ മുല്ലപ്പെരിയാർ സമരസമിതിയുടെ പ്രതിനിധികളുമുണ്ട്. ഇന്നത്തെ ഈ ചപ്പാത്ത് സ്നേഹക്കൂട്ടായ്മയുടെ അധ്യക്ഷനായിട്ടുള്ള ഫാദർ സുരേഷ് ആന്റണി ഇപ്പോൾ ന്യൂസ് 8-നൊപ്പം ചേരുന്നുണ്ട്. ഫാദർ, ഈ നിങ്ങളുടെ ഒരു ആശങ്ക സാധാരണ നമുക്ക് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, പക്ഷെ ഇവിടുത്തെ ഭരണകൂടത്തിന് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ്. കാരണം കാലാകാലങ്ങളായി, പതിറ്റാണ്ടുകളായി മുല്ലപ്പെരിയാർ ഡാമിന്റെ വിഷയത്തില് നിങ്ങൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ നാട്ടിലുള്ള ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. ഇപ്പോൾ വീണ്ടും ഒരു സമരരംഗത്തേക്ക് നിങ്ങൾ ഇറങ്ങുകയാണ്. ഇത് എന്താണ് ഈ നാട്ടുകാരുടെ ആവശ്യം? ഞങ്ങളിത് ഒരു സമരമായിട്ടല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. ആദ്യം ഞങ്ങളൊരു ആകുലതകൾ അറിയിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. കാരണം ഈ വർഷങ്ങളായിട്ട് ഇത് ഈ മുല്ലപ്പെരിയാർ സമരം ഇങ്ങനെ, അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ വിഷയം ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇപ്പൊ നേരത്തെ നമ്മൾ ശരിക്കും ഈ സ്നേഹക്കൂട്ടായ്മ രാഷ്ട്രീയക്കാർക്കെതിരായിട്ടോ തമിഴ്നാടിനെതിരായിട്ടുള്ളതല്ല. അപ്പൊ നമ്മള് ഞങ്ങളുടെ ആശങ്ക ദൈവത്തോട് അറിയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ 3 മതസ്ഥർ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ, നമ്മൾ ഇവരോട് ഞങ്ങൾ പറഞ്ഞിട്ട് എന്താണ് കാര്യമെന്നാണ് മനസ്സിലാക്കാത്തത്. കാരണം ഒരു 3 ലക്ഷത്തോളം വരുന്ന ഒപ്പ് ശേഖരണം നടത്തി അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒപ്പ് ശേഖരണം നടത്തി അന്നത്തെ പ്രധാനമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, ജലവിഭവ മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും പരിഹാരം കണ്ടെത്താൻ സാധിക്കാത്ത അവസ്ഥയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അന്ന് കുറച്ചു പേര് പറഞ്ഞു ഡാം പൊട്ടും. അവർ തന്നെ ഇന്ന് പറയുന്നു ഡാം സുരക്ഷിതമാണെന്ന്. അന്ന് ഡാം പൊട്ടത്തില്ല എന്ന് പറഞ്ഞവര് ഇന്ന് പറയുന്നു ഡാം പൊട്ടും. അപ്പൊ ഇവര് നമ്മുടെ അധികാരികള് അത് രാഷ്ട്രീയമാണോ എന്താണെന്ന് അറിയാൻ പാടില്ല. അവരങ്ങനെ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണോ എന്തിനാണ് അവര് മാറിക്കൊണ്ടിരിക്കുക ജനങ്ങൾ. അപ്പൊ ഇവിടെ പക്ഷേ
ഭീതി എന്നും ഈ ജനങ്ങൾക്കുണ്ട്. രാഷ്ട്രീയ പാർട്ടികള് അല്ലെങ്കിൽ അധികാരികള് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ ആർക്കും എതിരല്ല, പക്ഷെ ഞങ്ങളുടെ ആശങ്കയുണ്ട്. ഇവിടെ ജീവിക്കുന്ന മക്കൾക്ക് ഈ ഡാം പൊട്ടുന്നുണ്ടോ പൊട്ടുന്നില്ല എന്നത് അത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ഇവിടുത്തെ തീരദേശവാസികൾക്ക് അവരനുഭവിക്കുന്ന വേറെ ഒത്തിരി പ്രശ്നങ്ങളും കൂടിയുണ്ട്. കാരണം ഈ ഡാം ഇങ്ങനെ നിൽക്കുന്നത് എന്നും ഒരു ഭീഷണിയാണ്. അപ്പൊ സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയോടൊപ്പം ഇവിടുത്തെ ശരിക്കും പറഞ്ഞ ഇവിടുത്തെ യുവാക്കൾക്ക് പെണ്ണുപോലും കൊടുക്കാൻ മുൻവരാത്ത അവസ്ഥ, അതൊരു സാഹചര്യമാണ്. അതുപോലെ തന്നെ ഒരു അത്യാവശ്യം സ്ഥലം വാങ്ങുവാനായിട്ട് വിൽക്കുവാനായിട്ട് സ്ഥലം അതിന് സാധിക്കാത്ത ഒരവസ്ഥ. ഇതൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇവിടുത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തണം. അതിന് അധികാരികൾ ഒരു ചർച്ചയിലൂടെ നമുക്ക് തീരുമാനമെടുക്കും. രണ്ട് കൂട്ടർക്കും ആർക്കും ഒരു കോട്ടവും കൂടാതെ രണ്ടുപേർക്കും ഇവിടുത്തെ ജനങ്ങൾക്ക് സ്വത്തിനും ജീവനും സംരക്ഷണം ഉണ്ടാകണം. എല്ലാ വർഷവും ഈ വെള്ളപ്പൊക്കം വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഇതുപോലെ ഉരുൾപൊട്ടൽ വരുമ്പോഴോ പേടി അപ്പോൾ മാത്രം അത് എപ്പോഴും ഉണ്ട്. ആ സമയത്താണ് ഈ പേടി കൂടുതലായി പുറത്തു വരിക. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. ഇപ്പോൾ മുല്ലപ്പെരിയാർ സമരസമിതിയുടെ ശ്രീ ഷാജി പി ജോസഫ് ചേരുന്നുണ്ട്. ഇതിനു മുൻപ് ഈ മുല്ലപ്പെരിയാർ സമരം എന്ന് പറയുമ്പോൾ വലിയ പ്രക്ഷോഭങ്ങൾ കണ്ടതാണ്. മനുഷ്യച്ചങ്ങല, കേരളം കണ്ട ഏറ്റവും വലിയ മനുഷ്യച്ചങ്ങലയ്ക്ക് സാക്ഷ്യം വഹിച്ചതാണ്. ഇനി മുല്ലപ്പെരിയാർ സമരസമിതിയുടെ ഒരു സമര രീതി എങ്ങനെയായിരിക്കും? ഒരു പ്രക്ഷോഭത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നുണ്ടോ, അതോ സമാധാനപരമായി ിട്ടുള്ള ഒരു നീക്കമായിരിക്കുമോ മുല്ലപ്പെരിയാർ സമരസമിതിയുടെ ഭാഗത്തുണ്ടാകും? മുല്ലപ്പെരിയാർ സമരസമിതി നടത്തിയ സമരങ്ങള് പ്രക്ഷോഭങ്ങളും 18 വർഷം നീണ്ട സമരം കേരളം കണ്ടതാണ്. ഞങ്ങൾ അന്നും ഗാന്ധിയൻ മാർഗത്തിൽ ഇവിടെ സമരം നടത്തുമ്പോൾ ഈ സമരത്തെ സഹായിക്കുവാനെന്ന പേരിലേക്ക് കടന്നു വന്ന ഏതോ സംഘടനകൾ അല്ല ഏതോ ചില ചിത്രശക്തികൾ അവരാണ് തമിഴ്നാട്ടിലെ ചില ആൾക്കാരെ പ്രകോപനമുണ്ടാക്കുന്ന രീതിയിലുള്ള ചില വൈകാരിക പ്രതികരണങ്ങളൊക്കെ നടത്തി അവരെ വിഷമിപ്പിച്ചത്. അങ്ങനെയാണ് തമിഴ്നാടും ഇതും തമ്മിലുണ്ട്. ഞങ്ങൾ ആരും അത്തരത്തിലുള്ള പ്രക്ഷോഭത്തിന് പോയിട്ടില്ല. ഇനി ഒരിക്കലും അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നുമില്ല. കാരണം മുല്ലപ്പെരിയാർ പ്രശ്നം കോടതി വരാന്തകളിൽ 5 അംഗ ബെഞ്ചിന്റെ ഡയറക്ഷനിൽ നിൽക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്ന ഡയറക്ഷനിൽ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഗൌരവമായി ചർച്ച ചെയ്യേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസം കർണാടകത്തിലുണ്ടായ ഡാം തകർച്ച, ആ ഡാം തകർച്ചയുടെ ഭാഗമായി ഉണ്ടായ ഒരു ചർച്ച അത് ജനങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അത് സുർക്കി മിശ്രിതത്തിൽ നിർമ്മിച്ചൊരു ഡാമാണെന്നും കാലപ്പഴക്കം ആകുന്നതിന് മുമ്പേ തകർന്നു പോയപ്പോൾ കാലപ്പഴക്കം കൊണ്ട് ഏത് സമയത്തും തകർന്നു പോകാൻ സാധ്യതയുള്ള ആ ഡാമിന് കീഴെ താമസിക്കുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായ ഒരു ഭയമുണ്ട്. പോരാത്തതിന് വയനാട്ടിലുണ്ടായ ഒരു ദുരന്തം, ആ ദുരന്തമാണ് ഇപ്പോൾ മുല്ലപ്പെരിയാർ ചർച്ചയാക്കിയത്. എനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്യാമ്പയിൻ നടത്തുന്ന സംഘടനകളോട്, NGOസിനോട്, പ്രതികരിക്കുന്നവരോട് പറയാനുള്ളത് അനാവശ്യമായ വാദഗതികൾ ഉന്നയിച്ച് പ്രകോപനം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ചർച്ചകളിലേക്ക് തമിഴ്നാടിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഒരു പ്രക്ഷോഭ രീതി നിങ്ങളുടെ ഭാഗത്തുണ്ടാകും. ഒരിക്കലും അത്തരം കാര്യം കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. കാരണം 5 അംഗ ഭരണഘടനാ ബെഞ്ച് പറഞ്ഞിരിക്കുന്ന ഒരു അമിക്കബിൾ സെറ്റിൽമെന്റ്, ആ സെറ്റിൽമെന്റിന് കിട്ടിയിരിക്കുന്ന ഒരു വലിയ സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന പ്രത്യേക സൈക്ലോണുകൾ, ഒപ്പം വയനാട്ടിലുണ്ടായ ദുരന്തം, കർണാടകയിലെ ഡാം തകർച്ച, ഇതിനെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് തമിഴ്നാടും കേരളവും തമ്മിലുള്ള ഒരു അമിക്കബിൾ സെറ്റിൽമെന്റിന് പറ്റിയ ഒരു അവസരമായി തമിഴ്നാടിന് ഇക്കാര്യങ്ങൾ ബോധിപ്പിക്കാൻ കഴിയുമോ? തമിഴ്നാട് അങ്ങനെ ഒരു സെറ്റിൽമെന്റ്, ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുമോ? തമിഴ്നാട്ടിലെ ഈ 5 ജില്ലകളിലെ കൃഷിക്കാരാണ് ഇതിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ. ഒപ്പം ഇത് മദ്രാസും അങ്ങോട്ടുള്ള ആൾക്കാരൊന്നും ഉപയോഗിക്കുന്ന വെള്ളമല്ല. ആ കൃഷിക്കാരെ ഇതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്താൽ, ഇതിനെന്തെങ്കിലും സംഭവിച്ചാൽ ഭാവിയിൽ അവർക്കുണ്ടാകാൻ പോകുന്ന നഷ്ടവും, ഇതിനെന്തെങ്കിലും ദുരന്തമുണ്ടായാൽ താഴെ സംഭവിക്കാൻ പോകുന്ന വലിയ ജനങ്ങളുടെ ഒരു ദുരന്തം, ഇതെല്ലാം അവരെ ബോധിപ്പിക്കാൻ പറ്റുന്ന ഒരവസരം. ആ അവസരത്തിന് ഒരു സമ്മർദ്ദ ശക്തിയായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് മുല്ലപ്പെരിയാർ സമരസമിതിയുടെ മുന്നോട്ടുള്ള പ്രയാണങ്ങളിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. സാധാരണ ജനങ്ങൾ, അതായത് ഈ സമരസമിതിയുണ്ട്, ഇവിടുത്തെ വിവിധ മതവിഭാഗങ്ങളിലെ ടോം, ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഷാജി പറഞ്ഞത്. കാരണം ഈ ചർച്ചയുടെ ഒരു അന്തരീക്ഷമാണ് താങ്കൾ ടോം ഷാജിയോട് ചോദിച്ചത്. ഷാജി ഇപ്പോൾ മുല്ലപ്പെരിയാർ സമരസമിതിയുടെ പുതിയ ചെയർമാനാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് ചുമതല ഏറ്റെടുത്തത്. ഇനി അങ്ങോട്ട് സമരത്തിന്റെ ഒരു പരമ്പരകൾ തന്നെ ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഷാജി പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ തമിഴ്നാടുമായിട്ടുള്ള ചർച്ചയുടെ കാര്യം 5 ജില്ലകളെ ബാധിക്കുന്ന പ്രശ്നമായതിനാൽ തന്നെ തമിഴ്നാടിന് പെട്ടെന്ന് അത് സറണ്ടർ ചെയ്തുകൊണ്ട് ഒരു ചർച്ചയുടെ ടേബിളിലേക്ക് വരാൻ സാധ്യമല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ ചില അന്തരീക്ഷങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി വന്നിട്ടുണ്ട്.
വന്നിട്ടുണ്ട്, അതുകൊണ്ട് ചർച്ചയാകാമല്ലോ എന്ന രീതിയിലുള്ള അല്ലെ പൊതുസമൂഹത്തിൽ നിന്നും ഒരു വികാരം ഉടലെടുത്തിട്ടുണ്ട് ഇതേക്കുറിച്ച് ഈ ഏറ്റവും ചർച്ചയെക്കുറിച്ച്. അവസാനം വയനാടും കൂടെ ആകുമ്പോൾ ആ രീതിയിലേക്കുള്ള അത് മാത്രമല്ല ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് അത് DMK-യും CPM-ഉം നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചർച്ചയ്ക്കുള്ള ഒരു അന്തരീക്ഷം അല്ലേ എന്നുള്ള ചോദ്യം, ആ ചോദ്യം കൂടി നമ്മൾ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഇടുകയാണ്. അതിനെപ്പറ്റി ജനങ്ങളുടെ പ്രതികരണവും തേടുകയാണ്. മനുഷ്യ സംസ്ഥാന സർക്കാർ പറയുന്നത് എന്തുകൊണ്ട് ഈ കഴിഞ്ഞ 5 വർഷം MP-മാരൊന്നും പറഞ്ഞില്ല പാർലമെന്റിൽ, എന്നിട്ടാണോ ഈ ആശങ്ക പരത്തുന്ന ഒരു ചോദ്യമൊക്കെ ഉണ്ട്. രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം അതിനകത്ത് നമ്മളെല്ലാം അതിൽ കൂടിയെല്ലാം കടന്നുപോകും. വളരെ പെട്ടെന്ന് നമ്മൾ ഈ ക്യാമ്പയിനിലേക്ക് തിരികെ എത്താം. ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് ജനങ്ങളുടെ പ്രതികരണങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കുന്നു. ഒപ്പം പ്രമുഖരും നമുക്കൊപ്പം ചേരും. ചെറിയ ഇടവേളയ്ക്ക് ശേഷം. भारत माता की, भारत माता की। मेरे प्यारे देशवासियों, मेरे परिवारजन, आज वो शुभ घड़ी है जब हम देश के लिए मर मिटने वाले, देश की आजादी के लिए अपना जीवन समर्पित करने वाले, आजीवन संघर्ष करने वाले, फांसी के तख्त पर चढ़कर के भारत मां की जय के नारे लगाने वाले अनगिनत आजादी के മുല്ലപ്പെരിയാർ ഡാം മലയാളിക്ക് ഇതിൽ പരം ഒരു പേടിയില്ല. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? കേരളത്തിന്റെ മുല്ലപ്പെരിയാർ ലൈവത്തോൺ തുടരുകയാണ്. രാത്രി 8 മണി വരെയാണ് ഈ ലൈവത്തോൺ. ഇപ്പോൾ തന്നെ അത് പ്രകടമാണ്. പല സ്ഥലങ്ങളിലും ജനങ്ങൾ സംഘടിച്ചു കഴിഞ്ഞു. മുല്ലപ്പെരിയാർ ഒരു തലയ്ക്ക് മുകളിലുള്ള ഒരു ജലബോംബാണ് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വെറുതെ പ്രചരിക്കുന്ന കാര്യങ്ങളല്ല, ജനങ്ങളുടെ മനസ്സിലുള്ള ആശങ്ക തന്നെയാണ്. ഇതിന് കൃത്യമായ മറുപടി സർക്കാർ നൽകേണ്ടതുണ്ട്. ഒരു കാര്യമുണ്ട്, നേരത്തെ അവിടെ വള്ളക്കടവിലല്ല ചപ്പാത്തിലെ ഫാദർ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. സർക്കാർ തന്നെ ഇപ്പോൾ എന്തുകൊണ്ട് പറയുന്നു ആശങ്ക വേണ്ട എന്ന്? ഒരിക്കൽ പറഞ്ഞിരുന്നവർ ഇപ്പോൾ ഇതാ മാറ്റി പറയുന്നു. പക്ഷെ അതിന് സർക്കാരിന്റെ ഒരു വിശദീകരണമുണ്ട്. കഴിഞ്ഞ ദിവസം ജലവിഭവ മന്ത്രി തന്നെ റോഷി അഗസ്റ്റിൻ തന്നെ പറഞ്ഞ കാര്യമുണ്ട്. സർക്കാരിന്റെ നിലപാട് ഒന്ന് തന്നെയാണ്, അതായത് പുതിയ ഡാം വേണം എന്നുള്ളത് തന്നെയാണ്, ഡീകമ്മീഷൻ ചെയ്യണം ഇപ്പോഴത്തെ ഡാം എന്നത് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. പക്ഷേ ആവശ്യമില്ലാത്ത ആശങ്കകൾ പ്രചരിക്കുന്നുണ്ട്, അതിൽ ആശങ്കപ്പെടേണ്ട എന്നാണ് പറഞ്ഞതെന്നാണ് റോഷി അഗസ്റ്റിൻ പറയുന്നത്. അതല്ലാതെ മുല്ലപ്പെരിയാർ പൊട്ടില്ല എന്ന് ആരും ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പറയുന്നില്ല. അത് സർക്കാരിന്റെ നിലപാടുമല്ല എന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. സമരസമിതി കൂടുതലായിട്ടും ഇടതുപക്ഷ സർക്കാർ ഒരു വിമർശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അത് ഏത് സർക്കാർ ഭരണത്തിലിരുന്നാലും സമരസമിതിയുടെ വിമർശനം ആ സർക്കാരുകൾക്ക് നേരെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് സർക്കാരുകൾക്ക് പോലും പരിഹരിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് മുല്ലപ്പെരിയാർ ഡാം ഇഷ്യൂ വളർന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞ 30 വർഷമായി അങ്ങനെ തന്നെയാണ്. മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം നിയമത്തിന്റെ മുന്നിൽ നോക്കുമ്പോൾ നിയമവഴിയിൽ കേരളം പരാജയപ്പെടുകയാണ്. അതുപോലെ തന്നെ ചർച്ചയുടെ ടേബിളിലേക്ക് വരുവാനായിട്ട് എന്തായാലും തമിഴ്നാട് തയ്യാറാവുകയുമില്ല. ആ ഒരു സാഹചര്യം ഇതുവരെ മാറിയിട്ടുമില്ല. പക്ഷേ ഇത്തവണ ഒരു വ്യത്യാസം കാണുന്നുണ്ട് അപർണ. ഈ സമയത്ത് മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 136 അടിക്ക് മുകളിൽ പോകേണ്ടതായിരുന്നു. അപ്പോൾ കൂടുതലും ആശങ്കയുണ്ടാകുമായിരുന്നു. കാരണം റൂൾ കർവ് അനുസരിച്ച് ഇപ്പോൾ 137 അടി വരെ പോകാം. പക്ഷേ തമിഴ്നാട് എന്തോ ഇത്തവണ വെള്ളം കൂടുതലായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. മുൻ വർഷങ്ങളിൽ സംഭവിച്ച പോലെ ഈ ഒരു ആശങ്ക ഒഴിവാക്കാനുള്ള നടപടികൾ, ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു ടെലിഫോൺ സംഭാഷണമെങ്കിലും നടന്നിട്ടുണ്ട് തമിഴ്നാടുമായി. അങ്ങനെ തമിഴ്നാട് ഈ സമയത്ത് ആ കാര്യങ്ങൾ മുല്ലപ്പെരിയാർ സമരസമിതിയുടെ ആളുകൾ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പോസിറ്റീവായ അപ്രോച്ച് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജലനിരപ്പ് 131 അടിയിൽ താഴെ ആണ് ഇപ്പോഴുള്ളത്. പക്ഷേ ഈ മഴക്കാലത്ത് അത് അതിനേക്കാൾ മുകളിൽ പോകേണ്ട സമയമാണ്. പക്ഷേ തമിഴ്നാട് കൂടുതലായിട്ട് വെള്ളം എന്തുകൊണ്ടാണ് മലയാളി ഇത്രയധികം ഭയക്കുന്നത് മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ച് എന്നുള്ള ഒരു ചെറിയ എക്സ്പ്ലെയിനിലേക്ക് പോയ ശേഷം തിരികെ. മുല്ലപ്പെരിയാർ ഡാം മലയാളിക്ക് ഇതിൽ പരമൊരു പേടിയില്ല. തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു ജലബോംബാണ് നമുക്കത്. ലോകത്തിന്റെ ഏതു ഭാഗത്തും മുല്ലപ്പെരിയാറിന് സമാനമായ അണക്കെട്ടുകൾ തകരുമ്പോൾ കേരളത്തിന്റെയും നെഞ്ചിടിക്കും. മുല്ലപ്പെരിയാർ ചർച്ചയിലേക്ക് വരും. പുതിയ ഡാം വേണമെന്ന് നമ്മളെല്ലാം പറയും. നാളുകൾ കഴിയുമ്പോൾ വീണ്ടും പഴയ പടിയാകും. വീണ്ടും ലോകത്തെവിടെയെങ്കിലും ഒരു ദുരന്തമുണ്ടാകുമ്പോൾ നമ്മൾ മുല്ലപ്പെരിയാറിനെ ഓർക്കും. ചർച്ചയും തർക്കവും വാഗ്ദാനങ്ങളുമെല്ലാം വീണ്ടും ഉണ്ടാകും. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലാണ് ഇപ്പോൾ മുല്ലപ്പെരിയാറിനെ ചർച്ചയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഒപ്പം കർണാടകയിലെ തുംഗഭദ്ര അണക്കെട്ടിന്റെ ക്രസ്റ്റ് ഗേറ്റിന്റെ ചങ്ങല തകർന്ന് വെള്ളത്തിന്റെ കുത്തൊഴുക്കുണ്ടാവുക കൂടി ചെയ്തതോടെ ഭീതി ഇരട്ടിയായി. അതിനൊരു കാരണമുണ്ട്. തുംഗഭദ്ര നമ്മുടെ മുല്ലപ്പെരിയാറിന് ഇതിന് സമാനമായ ഡാമാണ്.
എന്താണത്? കോൺക്രീറ്റ് ഉപയോഗിക്കാതെ നിർമ്മിച്ച ലോകത്തിലെ 2 വലിയ ഡാമുകളാണ് തുംഗഭദ്രയും മുല്ലപ്പെരിയാറും. ചുണ്ണാമ്പ് കല്ലും ചെളിയും ഉപയോഗിച്ചുള്ള സുർക്കി മിശ്രിതം കൊണ്ടാണ് 2 അണക്കെട്ടുകളുടെയും നിർമ്മാണം. തുംഗഭദ്ര അണക്കെട്ടിന്റെ ഗേറ്റിന്റെ ഷട്ടർ തകർന്നെങ്കിൽ അത് മുല്ലപ്പെരിയാറിലും സംഭവിക്കാം. മുല്ലപ്പെരിയാറിന് സമാനമായി ലോകത്തുള്ള മറ്റ് ഡാമുകൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ആദ്യം നോക്കാം. അതിലൊന്ന് ചൈനയിലെ ബാഞ്ചിയാവോ ഡാമാണ്. 1975 തകർന്നു. മറ്റൊന്നായ മാച്ച് ഡാം 1979 തകർന്നു. 2 ദുരന്തങ്ങളിലും 10,000 മരിച്ചു. മുല്ലപ്പെരിയാർ തകരുകയാണെങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാവും? അതിന് എത്രമാത്രം സാധ്യതയുണ്ട് പരിശോധിക്കാം. അണക്കെട്ടുകൾ തകരാനുള്ള പ്രധാന കാരണങ്ങൾ ഇനി പറയുന്നതൊക്കെയാണ്. 1. പഴയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള നിർമ്മാണം. 2. അറ്റകുറ്റപ്പണികൾ സമയബന്ധിതമായി നടത്താതിരിക്കുക. 3. സംഭരണശേഷിയേക്കാൾ വെള്ളം അണകെട്ടി നിർത്തുക. 4. അണക്കെട്ട് പ്രദേശത്തുണ്ടാകുന്ന മേഘവിസ്ഫോടനം, പ്രളയം തുടങ്ങിയവ. ഇനി 5-ാമത്തേത് ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതകൾ. ഇനി 6. ഭൂകമ്പ സാധ്യത. ഇത് മുല്ലപ്പെരിയാറിൽ ഒരു സാധ്യതയാണോ എന്ന് നമുക്കിനി പരിശോധിക്കാം. അതിലൊന്ന് പഴയ സാങ്കേതിക വിദ്യ. മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചത് 129 വർഷം മുൻപുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ്. ഇത് കാലഹരണപ്പെട്ട ഒന്നാണ്. അത്രയൊന്നും ബലവത്തായൊരു നിർമ്മാണ രീതിയല്ല ഇത്. കോൺക്രീറ്റ് കണ്ടുപിടിക്കാത്ത കാലത്ത് സുർക്കി ഉപയോഗിച്ച് നടത്തിയ നിർമ്മാണം ഇന്നത്തെ കാലത്ത് നിരവധി പ്രകൃതി വെല്ലുവിളികൾ നേരിടുന്ന സമയത്ത് എത്രമാത്രം സുരക്ഷിതമാണെന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. ഇനി 2-ാമത്തേത് അറ്റകുറ്റപ്പണികളിലെ വീഴ്ച. മുല്ലപ്പെരിയാർ ഡാമിന്റെ അറ്റകുറ്റപ്പണികളുടെ ചുമതലയും നിയന്ത്രണാധികാരവും പോലെ തന്നെ തമിഴ്നാടിനാണ്. എന്നാൽ ഇക്കാലം അത്രയും അറ്റകുറ്റപ്പണികളെല്ലാം കൃത്യമായിരുന്നു എന്ന ചോദ്യം തേടുന്ന ഉത്തരങ്ങളും പലതാണ്. പലതും കൃത്യമായിരുന്നില്ല എന്നു തന്നെയാണ് പെട്ടെന്ന് കണ്ടെത്താവുന്ന ഉത്തരം. അണക്കെട്ട് സംരക്ഷിക്കണമെന്ന പരമമായ ലക്ഷ്യത്തോടെയായിരുന്നില്ല ഒരറ്റകുറ്റപ്പണിയും എന്നർത്ഥം. 3-ാമത് നോക്കുമ്പോൾ അപ്രതീക്ഷിതവും ശക്തവുമായ നീരൊഴുക്ക്. തേക്കടി പെരിയാർ വന്യജീവി സങ്കേതത്തോട് ചേർന്ന് തേക്കടി തടാകത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലസംഭരണി. കേരളത്തിൽ തന്നെയാണ് വൃഷ്ടി പ്രദേശം. വനത്തിൽ കനത്ത മഴ പെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ കണക്കുകൾക്ക് അപ്പുറമായിരിക്കും അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക്. ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അധികം വെള്ളം അണക്കെട്ടിലേക്ക് വന്നാൽ വലിയ അപകട സാധ്യതയാണുള്ളത്. ലോകത്ത് പലയിടത്തും ഇങ്ങനെ ശക്തമായ നീരൊഴുക്ക് മൂലം ജലസംഭരണിക്ക് താങ്ങാനാവാതെ അണക്കെട്ടുകൾ തകർന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ മുല്ലപ്പെരിയാറും വ്യത്യസ്തമല്ല. ഇനി 4-ാമത് പ്രകൃതിക്ഷോഭങ്ങൾ. കേരളത്തിൽ അടുത്ത കാലത്തായി പ്രകൃതിക്ഷോഭങ്ങൾക്ക് വലിയ പഞ്ഞമൊന്നുമില്ല. മേഘവിസ്ഫോടനമായാലും പ്രളയമായാലും പേമാരിയായാലും അടുത്ത കാലത്തായി നമുക്ക് വളരെ പരിചിതമാണ്. കേരളത്തിൽ എപ്പോൾ വേണമെങ്കിലും പ്രളയമോ മേഘവിസ്ഫോടനമോ ഉണ്ടാകാം. മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശം അതിന് സാധ്യതയേറെയുള്ളതാണ് എന്ന് 2018 പെരുമഴക്കാലത്ത് നമ്മൾ കണ്ടതാണ്. മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം തുറന്നുവിടുകയും പിന്നാലെ ഇടുക്കി അണക്കെട്ടിന്റെ ഭാഗമായ ചെറുതോണിയിലെ ഷട്ടറുകൾ തുറക്കുകയും ഒക്കെ ചെയ്തത് നമുക്ക് ഓർമ്മയുണ്ട്. 5. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ. അണക്കെട്ടിന്റെ സമീപ പ്രദേശം കൊടുംകാടാണ്. ഇവിടെ ഒരു ഉരുൾപൊട്ടലോ മണ്ണിടിച്ചിലോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയും. അങ്ങനെയൊന്ന് സംഭവിച്ചാൽ അതും ഡാമിന് ദോഷമാണ്. ഡാം തകരാം. ഉരുൾപൊട്ടൽ മൂലം അമിത സമ്മർദ്ദമുണ്ടായി അണക്കെട്ടുകൾ ലോകത്ത് പലയിടത്തും തകർന്നിട്ടുമുണ്ട്. പശ്ചിമഘട്ടത്തിലാണ് മുല്ലപ്പെരിയാറിന്റെ സ്ഥാനമെന്നതിനാൽ ഇങ്ങനെയൊരു വെല്ലുവിളി വളരെ അപായകരവും സാധ്യത ഏറിയതുമാണ്. ഇനി 6. ഭൂകമ്പം. ലോകത്ത് ഡാമുകളുടെ അന്ത്യം കുറിച്ച മറ്റൊരു കാര്യം ഭൂകമ്പങ്ങളാണ്. റിക്ടർ സ്കെയിലിൽ 6-ന് മുകളിൽ തീവ്രതയുള്ള ഭൂകമ്പമുണ്ടായാൽ ഡാമുകൾ തകരും. ഇന്ത്യയിൽ ഭൂകമ്പ സാധ്യതാ പ്രദേശങ്ങളെ 5ആയിട്ടാണ് വർഗീകരിച്ചിരിക്കുന്നത്. ഭൂകമ്പ സാധ്യത ഏറ്റവും കുറഞ്ഞത് സോൺ 1, സാധ്യത ഏറ്റവും കൂടിയത് സോൺ 5 ആണ്. ഇതിനിടയിൽ 3-ാം സോണിലാണ് മുല്ലപ്പെരിയാറും സമീപ പ്രദേശങ്ങളും വരുന്നത്. സോൺ 3-ൽ 5.6 തീവ്രത വരെ വരാവുന്ന ഭൂകമ്പങ്ങൾ ഉണ്ടായേക്കാം. അത് അന്തിമമായ വാക്കൊന്നുമല്ല. തീവ്രത ഏറാൻ സാധ്യത ഇല്ലാതെയുമില്ല. അങ്ങനെ സംഭവിച്ചാൽ മുല്ലപ്പെരിയാറിന് ദോഷമുണ്ടാകും. ലോകത്തിലെ പ്രധാനപ്പെട്ട ഡാമുകളെല്ലാം തകരാനിടയായ കാരണങ്ങളും സാധ്യതകളും മുല്ലപ്പെരിയാറിലും ഉണ്ട് എന്നതാണ് നമ്മളെ പേടിപ്പെടുത്തുന്ന കാര്യം. മുല്ലപ്പെരിയാർ തകരുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് വിദഗ്ധർക്കിടയിൽ 2 അഭിപ്രായം ഉണ്ടെന്നുള്ളത് ശരിയാണ്. ഇതിൽ തൂക്കം കൂടുതൽ തകരുമെന്ന അഭിപ്രായത്തിനും. മുല്ലപ്പെരിയാർ കേരളത്തിലെ ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവന്റെ പ്രശ്നമാണ്. തകരാൻ 1% സാധ്യതയുള്ളത് എങ്കിൽ പോലും അതിന് പരിഹാരം കാണണം. 2 സാധ്യതകളാണ് നമുക്ക് മുൻപിലുള്ളത്.
ഒന്ന്, ഡാം പുതുക്കി പണിയുക. രണ്ടാമത്തേത് പുതിയ ഡാം നിർമ്മിക്കുക. ഇതിൽ സുരക്ഷിതമായ കാര്യം പുതിയ ഡാം നിർമ്മിക്കുക എന്നത് തന്നെയാണ്. തമിഴ്നാടിന് ഇതിനോട് എതിർപ്പായിരിക്കും. പക്ഷേ മലയാളിയുടെ ജീവൻ പരിഗണിക്കുമ്പോൾ ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള അഭിപ്രായ ഐക്യത്തോടെ പുതിയ ഡാം നിർമ്മിക്കാനുള്ള നടപടികളിലേക്കാണ് നമ്മൾ വളരെ വേഗത്തിൽ കടക്കേണ്ടത്. അതിനുള്ള ആർജവം ഭരണാധികാരികൾ കാണിക്കണം. യെസ്, മുല്ലപ്പെരിയാർ ലൈവത്തോൺ തുടരുന്നു. ഇടുക്കി ചെറുതോണിയിൽ നിന്ന് ഡാനി പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ ചെറുതോണി എന്ന് പറയുമ്പോൾ ഇടുക്കിയിലേക്ക് മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം വന്നു കഴിയുമ്പോൾ ചെറുതോണി അണക്കെട്ട് തുറക്കേണ്ടി വരും. അങ്ങനെ ചെറുതോണി അണക്കെട്ട് തുറക്കേണ്ടി വരുമ്പോൾ ആദ്യം വെള്ളം എത്തുന്നത് തടിയമ്പാട് എന്നുള്ള സ്ഥലത്താണ്. 2018 ആഴ്ചകളോളമാണ് ഈ പ്രദേശം വെള്ളക്കെട്ടിലായി. പ്രളയ സമയത്ത് ചെറുതോണി അണക്കെട്ട് തുറന്ന സമയത്ത് ഷട്ടറുകൾ തുറന്ന സമയത്ത് വെള്ളം ആദ്യം എത്തിയ തടിയമ്പാട്, അന്ന് ഒരുപാട് ആളുകളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കേണ്ടി വന്നിരുന്നു. അവിടെ വെള്ളം കുത്തി ഒഴുകി വന്നതൊക്കെ അന്ന് കണ്ടതാണ്. മുല്ലപ്പെരിയാറിന്റെ അണക്കെട്ടിൽ അത് സംബന്ധിച്ചുള്ള വീണ്ടും ആശങ്ക ഉയരുമ്പോൾ ആ നാട്ടുകാർ കൂടുതൽ ഭയത്തിലാണ് എന്നുള്ളതാണ്. ഡാനി പോൾ നമുക്കൊപ്പം ചേരുന്നു ചെറുതോണിയിൽ നിന്ന്. ഡാനി, ഏത് തരത്തിൽ ഈ 2018 സാഹചര്യം പോലും ഭയപ്പെടുത്തിയതാണ് അവരെ? എങ്ങനെയാണ് ഇപ്പോൾ ഈ മുല്ലപ്പെരിയാർ വീണ്ടും വാർത്തകളിൽ നിറയുമ്പോൾ, വീണ്ടും സമരസമിതികൾ ഉയരുമ്പോൾ തടിയമ്പാട പ്രദേശത്തുള്ളവർ ഏത് തരത്തിൽ പ്രതികരിക്കും? ഇടുക്കി ചെറുതോണി ഡാമിൽ നിന്ന് അതിൻ്റെ ഷട്ടറുകൾ തുറക്കുകയാണെങ്കിൽ അതിൽ വെള്ളം ഒഴുകിയെത്തുന്ന ആ ഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇപ്പോൾ ഈ തടിയമ്പാട് പാലം എന്ന് പറയുന്നത്. ഈ സ്ഥലം 2018 അതിൽ ഈ പൂർണ്ണമായും ആഴ്ചകളോളം ഈ പ്രദേശം വെള്ളത്തിൽ മുങ്ങിക്കിടന്നിരുന്നൊരു സ്ഥലമാണ്. കാരണം ചെറുതോണി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥലമെന്ന് പറയുന്നത് ഇവിടേക്കാണ് എത്തുന്നത്. ഇവിടെ മുതൽ മറ്റു സ്ഥലങ്ങളിലേക്കെല്ലാം പോകുമ്പോഴെല്ലാം വെള്ളത്തിൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമായിട്ട് അന്ന് അങ്ങനെ ഒരു തുരുത്തായി ഇത് മാറ്റപ്പെടുകയായിരുന്നു ഈ പ്രദേശം മുഴുവനായും. അതുകൊണ്ട് അത്തരമൊരു ഭീതി എക്കാലവും വെള്ളം ഒഴുകി വരുന്ന അല്ലെങ്കിൽ ഇടുക്കി ഡാം തുറക്കേണ്ട ഒരു സാഹചര്യം, അത്തരം കാര്യങ്ങൾ വരുമ്പോൾ എപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ വല്ലാത്തൊരു ഭീതി സമ്മാനിക്കുന്ന ഒരിടമാണ്. ഇതിനപ്പുറമാണ് ചെറുതോണി എന്ന് പറയുന്ന ഡാം ഭാഗങ്ങളും ചപ്പാത്തും എല്ലാം ചെറുതോണി പാലവും എല്ലാം തന്നെയുള്ളത്. അപ്പോൾ ഈ മേഖലയും എല്ലാം തന്നെ അതുപോലെ തന്നെ അവിടെ നിന്ന് വെള്ളം കവിഞ്ഞ് ഇവിടേക്ക് വരുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു ഭീതി ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. മുല്ലപ്പെരിയാറിൻ്റെ ഒരു ആശങ്കകൾ നമുക്ക് ചുറ്റും നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഇവിടെയുള്ളവരുടെ ഒരു പ്രതികരണവും, കാരണം അവരുടെ ഒരു ആശങ്കയും വർദ്ധിക്കുന്നുണ്ട്. ഒന്നുകൂടി ഓർക്കുക, ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രിതല ഒരു യോഗം ചേർന്നുകൊണ്ട് മുല്ലപ്പെരിയാർ സുരക്ഷിതമാണ്, ആശങ്കകളില്ല എന്ന് പറയുമ്പോൾ തന്നെയും ഇവിടുത്തെ ജനങ്ങളുടെ പ്രതികരണം ആ രീതിയിലായിരുന്നില്ല. കാരണം അവർക്ക് ആശങ്കകളുണ്ട് എന്ന് തന്നെ പറഞ്ഞു. ഈ ദിവസങ്ങളിൽ ഇപ്പോൾ അവർ വിവിധ ചപ്പാത്തുകൾ കേന്ദ്രീകരിച്ചുള്ളൊരു സമര പരിപാടികളിലേക്ക് അടക്കം കടക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജനങ്ങളുടെ ഒരു ആശങ്കകൾ ഇപ്പോഴും തുടരുന്നു എന്നതാണ്. നമുക്കൊപ്പം ഈ പ്രദേശത്തുള്ളവർ കൂടി ചേരുന്നു. എങ്ങനെയാണ് 2018 ഓർത്തെടുക്കുമ്പോൾ ഇപ്പോൾ മുല്ലപ്പെരിയാറിന്റെ കാര്യങ്ങളും ആശങ്കയോടെ തുടരുന്നു? എന്തായിരുന്നു നിങ്ങളുടെ ഒരു ആ സമയത്ത് ഒരു അനുഭവം, ഇപ്പോൾ ഒരു ആശങ്കയുണ്ട്? ആ സമയത്ത് ഇപ്പോൾ മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് പറഞ്ഞല്ലേ നിന്നത്, ഞങ്ങളൊക്കെ നോക്കിയാൽ നിന്ന് രാത്രി ഉറങ്ങായിരുന്നു. അപ്പോൾ അന്ന് അപ്പോൾ മുല്ലപ്പെരിയാർ തുറന്നു വിട്ടല്ലോ, ഇങ്ങോട്ട് തുറന്നു വിട്ടപ്പം ലിമിറ്റിൽ കൂടി വെള്ളം വന്നല്ലോ. രാത്രിയിൽ ഒരു ദിവസത്തെ രാത്രിയിൽ ഭയങ്കരമായിട്ട് വെള്ളം തുറന്നു വിട്ടതാണ്. അന്നാണ് ഏറ്റവും കൂടുതൽ ചെറുകളിലൊക്കെ എല്ലാവരും മാറിക്കോളാൻ പറഞ്ഞു. ഞങ്ങളൊക്കെ മാറി അവിടുന്ന്. ഇവിടെ അതുപോലെ തന്നെ എല്ലാവരും റോഡിന് മുകളിൽ അപ്പുറത്തെ മരം മാറിക്കോളാൻ പറഞ്ഞു. പിന്നെ അത്യാവശ്യം വെള്ളം കുറച്ച് കുറഞ്ഞു. എന്നാലും ഇപ്പോഴും പേടിയിരിക്കുമല്ലോ, എപ്പോഴും പേടിയുണ്ട്. ആ പേടി ഇപ്പോഴും ഉണ്ട്, അതൊരിക്കലും മാറുകയില്ല. മുല്ലപ്പെരിയാർ ഉള്ളിടത്തോളം കാലം പേടി പോവുകയില്ല. അതിപ്പോൾ എന്നാ പറഞ്ഞാലും സുരക്ഷിതമെന്നെല്ലാം പറയുമ്പോഴും എന്നാ സുരക്ഷിതം പറഞ്ഞാലും ആ വെള്ളം വന്ന് ഇവിടത്തെക്കാലം പ്രശ്നം കുളമാവിലൊരു ചെറിയ പോർഷൻ ഉണ്ട്, അറിയോ? ആ കപ്പൽ കിടന്നതാണോ അവിടെ? ആ കുളമാവ് ഡാം കഴിഞ്ഞ് കയറി വരുമ്പം ഒരു ചെറിയ സ്ഥലമുണ്ട്, അച്ഛമ്മ കല്ല് ബാക്കി ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. കിളിവള്ളി ആ ഡാമിൻ്റെ അവിടെ അത് വളരെ മോശമാണ്. അവിടെ ചെറിയൊരു തുളയങ്ങൾ വീണാൽ ബാക്കി തീർന്നതാണ്. നമ്മൾ മുല്ലപ്പെരിയാറിന് ഒരു ആശങ്ക അകറ്റാൻ പുതിയ ഡാം എന്നത് ഡാം അല്ലാണ്ട് വേറെ എന്നാ പറയും? എന്നാ പുതിയ ഡാം അല്ലാണ്ട് വേറെ ഇപ്പം ഡാം പണിയാണ്ട് എന്നാലും തമിഴ്നാട്ടുകാർ സമ്മതിക്കുക വെള്ളം കിട്ടാണ്ട്. വെള്ളം അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ. പുതിയ ഡാം തന്നെ മാർഗം, അല്ലാതെ ഒരു മാർഗവും ഇല്ല. ആശങ്കകൾ ആ വാക്കുകളിൽ വ്യക്തമാണ്. ചെന്നൈ പരിസരത്ത് തന്നെയുള്ള ആളെ, ഞാൻ മിലിമേലിയിലുള്ള ആളാണ്. സമയത്തൊക്കെ അത് വളരെ ഞങ്ങളൊക്കെ അതിനുവേണ്ടി സജീവമായിട്ട് ആളുകളെ മാറ്റി പിന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയും പള്ളിയുടെ സ്പാരിഷ് വളരെ ശ്രമകരമായ ജോലിയായിരുന്നു. വളരെ ആശങ്കയോടുകൂടി ആണ് ഞങ്ങളൊക്കെ ആ ദിവസങ്ങളിൽ ജീവിച്ചുകൊണ്ടിരുന്നത്. മുല്ലപ്പെരിയാർ ഏത് നിമിഷവും പൊട്ടാനുള്ള സാധ്യതയെന്ന് പറഞ്ഞാൽ ഭീകരമായൊരു സംസാരവും കാര്യങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ആ ആശങ്ക ഇന്നും നിലനിൽക്കുകയാണ്. മുല്ലപ്പെരിയാർ ഡാമിന് പുതിയ ഡാം ഉണ്ടാക്കുക, സംസ്ഥാന സർക്കാരിന് അനുവാദം കൊടുക്കുക,
വെള്ളം തമിഴ്നാടിന് കൊടുക്കുക, പുതിയ കരാർ കൊടുക്കുക. അല്ല, ശാശ്വതമായ പരിഹാരം അതേ മാർഗമുള്ളൂ. പഴയ ഡാമിനെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ ഒരു കോടിക്കണക്കിന് ആളുകൾ ഇതിൻ്റെ താഴെ ഇടുക്കിയുടെ പദ്ധതി പ്രദേശത്തൊക്കെ താമസിക്കുന്ന ആളുകൾ വളരെ കിടന്നുറങ്ങുന്നത് തന്നെ വളരെ ആശങ്കയോടുകൂടിയാണ്. അത് നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന എപ്പോഴും എന്ത് വേണേലും സംഭവിക്കാവുന്നൊരു ചുറ്റുപാടിലാണ്. അതിനെ ബലപ്പെടുത്തുക എന്നുള്ളതല്ല ആവശ്യം. സംസ്ഥാന സർക്കാർ അടിയന്തരമായിട്ട് പുതിയ ഡാമിന് അനുമതി മേടിച്ചുകൊണ്ട് ഒരു പുതിയ ഡാം പണിതുകൊണ്ട് കരാർ വ്യവസ്ഥയിൽ തമിഴ്നാടിന് വെള്ളം കൊടുക്കണം, വെള്ളം അവർക്ക് കൊടുക്കണം. അത് പുതിയ കരാർ വേണം. അത് സാധ്യമാകാതെ നിലനിൽക്കുന്നതോളം കാലം നമുക്ക് ഈ നാട്ടിലുള്ള ആളുകൾക്ക് എപ്പോഴും അവർക്ക് കിടന്നുറങ്ങുന്നത് വളരെ ആശങ്കയോടെ. മഴ കനക്കുമ്പോൾ നമുക്ക് എപ്പോഴും പേടിയാണ്. ഈ ഷട്ടർ തുറന്നു, പിന്നെ കഴിഞ്ഞ വർഷം ഷട്ടർ തുറന്നപ്പോൾ ഇത് കവിഞ്ഞൊഴുകി, ഈ റോഡ് തകർന്നായിരുന്നു. അതിൻ്റെ മേളിൽ കൂടെ പോയി. കാരണം വരുന്ന ജലം അതിൽ കൂടുതലാണ് വരുന്നത്. ഒഴുക്കി വിട്ട് ഡാമിൻ്റെ സുരക്ഷയും കൂടെ നോക്കണ്ടേ. അതുകൊണ്ട് വളരെ അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പുതിയ ഡാം പണിയുക, വെള്ളം തമിഴ്നാടിന് കൊടുക്കുക, പുതിയ കരാറും പ്രകാരം. അതാണ് ശാശ്വതമായ പോകുന്നത്. ഇതിന് വാക്കുകൾ വ്യക്തമാണ്. കാരണം ഒരു പുതിയ ഡാം അത് അനിവാര്യം. അത് കരാർ അല്ല സംബന്ധിച്ച് സുരക്ഷയാണ് ഏറ്റവും പ്രധാനമെന്നതാണ്. അത് ഈ 2018 ഒരു ഓർമ്മകൾ അത് എങ്ങനെയാണ് വലിയ രീതിയിൽ വെള്ളം പൊങ്ങി അതിൻ്റെ ഫോട്ടോ സഹിതം ഇന്നും എൻ്റെ മൊബൈലിലുണ്ട്. അന്ന് എടുത്തിരിക്കുന്ന ഈ റോഡ് പോയതും സർവ്വതും നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഈ പ്രദേശം മുഴുവൻ മുങ്ങിയതിൻ്റെ എല്ലാം ഇപ്പോഴും ഉണ്ട് എൻ്റെ മൊബൈലിൻ്റെ ഫോട്ടോ. വലിയൊരു ആശങ്ക നിലനിൽക്കുന്നത് മുല്ലപ്പെരിയാർ സംബന്ധിച്ച് വലിയ രീതിയിൽ ആശങ്കകൾ ഉയരുന്നൊരു സാഹചര്യം കൂടിയാണ്. ഡാം സുരക്ഷിതമെന്ന് പറയുമ്പോഴും മുല്ലപ്പെരിയാറിന്റെ ജലവിധാനമൊക്കെ ബാധിക്കുന്ന ഒരു പ്രദേശങ്ങളാണല്ലോ ഇത്. എങ്ങനെയാണ് അത് ഇപ്പം മുല്ലപ്പെരിയാറിന് ഇപ്പോഴും സർക്കാരിന് അതിന് യാതൊന്നും കാണിക്കുന്നില്ല. അതുപോലെ തന്നെ അതിനെ കുറിച്ച് അത് തകരുകയെന്നാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ മീഡിയകളിലെല്ലാം വരുന്നുണ്ടല്ലോ. എന്താണ് അത് തകരുകയില്ല, ഒരിക്കലും തകരുകയില്ല. അത് കല്ല് പറക്കി വെച്ചിരിക്കുന്ന കാരണം ഒരിക്കലും തകരുകയില്ലെന്നാണ് വാദം. നമ്മളത് ഇപ്പം ഇത് കാണുകയും കേൾക്കുകയല്ലാതെ ഇപ്പം കണ്ടില്ലേ ഒരു ദുരന്തം ഇവിടെ ഉണ്ടായത്, വയനാട്ടിലുണ്ടായത്. അത് ഡാം കൊണ്ടല്ലല്ലോ. പക്ഷേ ഇത് എത്രയോ ലക്ഷക്കണക്കിന് ജനങ്ങൾ മരിക്കുന്നൊരു ഭാഗമാണ്. പേടി തന്നെയാണ്. പിന്നെ പേടിക്കാതിരിക്കാൻ പറ്റുമോ? ഡാം എന്ന രീതിയിലാണ് പൊതുവിലൊരു ചർച്ച. പുതിയ ഡാം പണിയുക, അവർക്ക് വെള്ളമാണ് ആവശ്യം, അവർക്ക് വെള്ളം കൊടുക്കുക, നമ്മളെ സംരക്ഷിക്കുക, കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പം പ്രത്യേകിച്ച് നമുക്ക് എന്താണ് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഇടുക്കി അണക്കെട്ടിനോട്, ചെറുതോണി അണക്കെട്ടിനോടുള്ള സർക്കാരും അവരുടെ തമിഴ്നാട് സർക്കാരും കൂടെ ചോദിച്ചെങ്കിൽ മാത്രമേ ഇതൊക്കെ ഇത് ഒരാൾ ഉറുകി വരുമ്പോഴത്തേക്ക് മറ്റൊരാൾ അയഞ്ഞു പോകുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മാത്രം, കേരളത്തിന് പൊതുവെ അവഗണനയാണ് ഇത് കാര്യത്തിലും അത് തന്നെ. പിന്നെ വാക്കുകളെല്ലാം നിസ്സഹായതയും പ്രകടമാണ്. കാരണം വലിയ രീതിയിലേക്കുള്ളൊരു ചർച്ചകളിലേക്ക് പോകാതെ എപ്പോഴും ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നതാണ്. ഈ പ്രദേശത്തുള്ളതാണോ? ഈ പ്രദേശത്ത് തന്നെ ഉള്ള ആളാണ്. ചെറുപ്പം പോലെ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. മുല്ലപ്പെരിയാറിൻ്റെ ഒരു ആശങ്ക ചോദിച്ചു. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ഇടുക്കി ഡാമിന് താഴേക്ക് താമസിക്കുന്ന ആൾക്കാരായ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഭയങ്കര ഭീതിയോടുകൂടി തന്നെ ഇരിക്കുന്ന സംഭവം. ഈ ഉരുൾപൊട്ടൽ മുതലെല്ലാം ഞങ്ങൾ ഇതിലാണ്. പിന്നെ ഈ ഡാമിൻ്റെ കാര്യത്തിൽ ഭയങ്കര പേടിയുണ്ട്. പുതിയ ഡാം വരിക എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇവിടെ ഉള്ള ഗവൺമെൻറ് എല്ലാം നോക്കി ചെയ്യണം. 2015 വെള്ളം പൊങ്ങിയിട്ട് കാണുന്ന മരത്തിനെയൊക്കെ മുകളിൽ കൂടെ വെള്ളം പോയി എവിടെയുള്ള ആ വീടുകളെല്ലാം വെള്ളത്തിനടിയിലായിരുന്നു. പിന്നെ എല്ലാം റീകണ്ടീഷൻ ചെയ്ത് ഒരു പരിധി വരെ തുറന്നു വിട്ടിട്ട് അത്രയും സംഭവിച്ചു. അപ്പം പിന്നെ വേറൊരു പ്രളയം ഉണ്ടായിക്കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. നമ്മുടെ അവസ്ഥ അതാ. ഞങ്ങൾക്കെല്ലാം പേടിയായി. ഈ പാലമൊന്നും വന്നില്ലായിരുന്നു, എല്ലാം പോയി. പിന്നെ രണ്ടാമത് റീകണ്ടീഷൻ ചെയ്ത് അത് കഴിഞ്ഞ് പിന്നീട് വന്ന ആ വെള്ളപ്പൊക്കത്തിൽ ഈ കഴിയെല്ലാം പോയത്. അതേ അവിടെ കാണുന്ന എല്ലാം അങ്ങനെ നശിച്ചു പോയ സംഭവമാണ്. ജനങ്ങൾക്ക് വേണ്ടി ഈ അങ്ങനെ ചെയ്യുന്ന രണ്ട് സർക്കാരുകളുടെ കൂടിയോ എങ്ങനെയായാലും ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം രണ്ട് സർക്കാരുകളുടെ സംയോജിതമായ ഒരു ഇടപെടൽ ഇക്കാര്യങ്ങളിൽ ആവശ്യമാണ്. കാരണം ഇതിൽ കൃത്യമായും ആശങ്കകൾ തന്നെയാണ് അവർ പങ്കുവയ്ക്കുന്നത്. ജലമാർക്ക് കൊടുക്കുന്നു, അതിനേക്കാൾ അപ്പുറം ഓരോരുത്തരുടെയും ജീവൻ സംബന്ധിയായ കാര്യങ്ങൾ, അവരുടെ സ്വത്ത് സംബന്ധിയായ കാര്യങ്ങളടക്കം വളരെയധികം അനിശ്ചിതത്വത്തിലേക്ക് പോകുന്നൊരു സാഹചര്യമുണ്ട്. നമ്മളുള്ളത്
ചെറുതോണിക്ക് ഇപ്പുറമുള്ള ചപ്പാത്തിലാണ്. ഇവിടെ ഇതിനപ്പുറമാണ് ചെറുതോണി എന്ന് പറയുന്നത്. ഇവിടെ ഈ കാണുന്ന പ്രദേശം മുഴുവനായും തന്നെയും മുങ്ങിപ്പോയൊരു സാഹചര്യമാണ് അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ അത്തരം അന്ന് നിയന്ത്രിതമായ ഒരളവിൽ തുറന്നുവിട്ടപ്പോഴായിരുന്നു. അപ്പോൾ മറ്റെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എന്നൊരാശങ്ക എപ്പോഴും ഇവിടുത്തുകാരുടെ മനസ്സിലുണ്ട്. മുല്ലപ്പെരിയാറിൽ അതിൻ്റെ ഒരു ജലവിധാനം, അതിൻ്റെ കണക്കുകൾ കുറിച്ച് പറയുമ്പോൾ ഉയരുന്നത് ഇവരുടെ നെഞ്ചിടിപ്പ് കൂടിയാണ്. അത് അങ്ങ് അപ്പുറം വിവിധ ജില്ലകൾക്ക് അപ്പുറത്തുള്ളവരുടെയും സ്ഥിതി സമാനമായ രീതിയിൽ തന്നെയാണ്. ആശങ്കകൾ മാത്രമാണ് അവശേഷിപ്പിക്കുന്നത്. സുരക്ഷിതമായ ഒരു പരിഹാരം അതാണ് മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ വേണ്ടതെന്ന് തന്നെയാണ് ഇവർ ഏകകണ്ഠമായി പൊതുവിൽ ആവശ്യപ്പെടുന്നത്. ശരിയാണ് ഡാനി. എന്തായാലും ജനങ്ങൾ കൃത്യമായിട്ട് അത് പറയുന്നുമുണ്ട്. കാരണം തമിഴ്നാട് ഒരു വെള്ളം കൊടുക്കണം എന്ന കാര്യത്തിൽ അവർക്ക് ആർക്കും സംശയമില്ല. പുതിയ ഡാം വരട്ടെ എന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിനും അവർ എതിരല്ല. പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല എന്നതാണ് അവരുടെ പ്രശ്നം. ഈ സ്ഥലത്ത് തടിയമ്പാട് വളരെ പരിചിതമായ സ്ഥലമാണ്. അന്ന് 2018 ഇവിടെയൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. അതിന്റെ എല്ലാം ഫലം നേരിട്ട് അനുഭവിച്ചവരാണ് ഇവർ ശരിക്കും ചെറുതോണി അണക്കെട്ട് തുറക്കുന്ന സമയത്ത്, ഇടുക്കി ഡാമിന്റെ ചെറുതോണി ഷട്ടറുകൾ തുറക്കുന്ന സമയത്ത് പ്രശ്നം അനുഭവിക്കുന്നവരാണ് ഇവിടുത്തുകാർ. പക്ഷേ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം ഇടുക്കിയിലേക്ക് വരുന്നതോടുകൂടി ഇടുക്കി അണക്കെട്ട് തുറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴുള്ള ആ ബുദ്ധിമുട്ടാണ് അവർ പങ്കുവെച്ചത്. അങ്ങനെ ഡാം എന്തെങ്കിലും കാരണവശാൽ പൊട്ടുകയോ മറ്റോ ആവുകയാണെങ്കിൽ ഇവിടുത്തെ ഈ തടിയമ്പാട് പ്രദേശം എന്നുള്ളത് വളരെയധികം പ്രശ്നമുണ്ടാകാൻ പോകുന്ന ഒരു പ്രദേശം കൂടിയാണ്. ആ ആശങ്ക അവർ പങ്കുവെക്കുന്നതാണ്. കൃത്യമായി ഇടപെടുന്നില്ല, അതിൽ ഒരു മെല്ലെപ്പോക്ക് ഉണ്ടാകുന്നു എന്നുള്ള പ്രതികരണം എല്ലാ ഭാഗത്തു നിന്നും ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. അത് അധികൃതർ കാണുന്നുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയിൽ കൂടിയാണ് മുല്ലപ്പെരിയാർ ലൈവത്തോൺ ന്യൂസ് 18 കേരളം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഇടവേളയിലേക്ക് പോയ ശേഷം അതിനുശേഷം കൂടുതൽ പ്രതികരണങ്ങൾ. ഇപ്പോൾ ചപ്പാത്തിൽ സമരം കൂടുതൽ ശക്തമാകുന്നുണ്ട്. കൂടുതൽ ആളുകൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ചപ്പാത്തിൽ ഇന്നാണ് സമരസമിതി വീണ്ടും സമരം തുടങ്ങുന്നത്. ഐതിഹാസികമായ സമരമായിരുന്നു ഉപ്പുതറ ചപ്പാത്ത് പ്രദേശത്ത് നേരത്തെ നടന്നത്. അത് 2018 പ്രളയത്തിന് ശേഷമാണ് അത് പിന്നീട് സമരസമിതി ആ സമരത്തിൽ നിന്ന് പിന്മാറിയത്. ഇപ്പോൾ വീണ്ടും മുല്ലപ്പെരിയാർ വിരുദ്ധ സമരസമിതി അവർ സമരം തുടങ്ങാൻ പോവുകയാണ്. സമീപത്ത് നിന്ന് ജി ശ്രീജിത്തും നമുക്കൊപ്പം ചേരും. അവിടെയുള്ള ജനങ്ങളുടെ ആശങ്കകൾ കൂടി കേട്ടുകൊണ്ട് നമുക്ക് പോകാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. नमन करने का ये पर्व है, उनका पुण्य स्मरण करने का पर्व है। आजादी के दीवानों ने आज हमें आजादी के इस पर्व में स्वतंत्रता की सांस लेने के लिए सौभाग्य दिया है। यह देश उनका ऋणी है। ऐसे हर महापुरुष के प्रति हम अपना श्रद्धा भाव व्यक्त करते हैं। मेरे प्यारे देशवासियों, आज जो महानुभाव राष्ट्र रक्षा के लिए और राष्ट्र निर्माण के लिए पूरी लगन से, पूरी प्रतिबद्धता के साथ देश की रक्षा भी कर रहे हैं, देश को नई ऊंचाई पर ले जाने का प्रयास भी कर रहे हैं। चाहे वो हमारा किसान हो, हमारा जवान हो, हमारे नौजवानों का हौसला हो, हमारी माताओं बहनों का योगदान हो, दलित हो, पीड़ित हो, शोषित हो, वंचित हो, अभावों के बीच भी स्वतंत्रता के प्रति उसकी निष्ठा, लोकतंत्र के प्रति उसकी श्रद्धा, ये पूरे विश्व के लिए एक प्रेरक घटना है। मैं आज ऐसे सभी को आदरपूर्वक नमन करता हूं। प्यारे देशवासियों,
മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ചുള്ള ആശങ്ക ജനങ്ങൾ തന്നെ തത്സമയം പങ്കുവയ്ക്കുകയാണ്. അത് മുല്ലപ്പെരിയാറിൽ നിന്ന് ഇടുക്കി ഡാമിലേക്കുള്ള ആ വഴികളിലുള്ള ആളുകൾ മാത്രമല്ല, ഇടുക്കി ഡാമിനും അപ്പുറം താമസിക്കുന്ന ആളുകൾ, അതങ്ങോട്ട് മൂവാറ്റുപുഴയാറിന്റെ തീരത്ത് താമസിക്കുന്നവർ പോലും ഇക്കാര്യത്തിൽ ആശങ്കയിലാണ്. കാരണം ഈ വരുന്ന വഴിക്ക് തന്നെ പല ഡാമുകളും തുറക്കേണ്ടി വരും, അല്ലെങ്കിൽ പല ഡാമുകളിലും ജലനിരപ്പ് ഉയരും. ഇങ്ങനെ പല പ്രശ്നങ്ങൾ പല ജില്ലകളാണ് മുല്ലപ്പെരിയാറിന്റെ ആശങ്ക പങ്കുവെക്കുന്നത്. ആ രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ വന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കോട്ടയം ജില്ല. കോട്ടയം ജില്ലയിലെ വെള്ളൂരിലാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ശ്രീജിത്ത് ഉള്ളത്, അല്ലേ? ശ്രീജിത്ത്, ഏത് സ്ഥലത്താണ് കൃത്യമായിട്ട് ശ്രീജിത്ത് ഇപ്പോൾ ഉള്ളത്? മൂവാറ്റുപുഴയാറിന്റെ തീരമാണെന്നറിയാം. അതിൽ തന്നെ കൃത്യമായിട്ട് ഏത് പ്രദേശമാണ്? അവിടുത്തെ ജനങ്ങൾക്ക് എന്താണ് പറയുവാനുള്ളത്? മഞ്ജുഷിനെ നേരിട്ട് അറിയാവുന്ന സ്ഥലം കൂടിയാണ് ചെറുകര പാലം, വെള്ളൂർ. അവിടെയാണ് ഉള്ളത്. ഏതാണ്ട് താങ്കളുടെ വീടിന്റെ കുറച്ചടുത്ത് എന്ന് തന്നെ പറയാവുന്ന സ്ഥലം കൂടിയാണ്. എന്തായാലും ഇവിടുത്തെ ഒരുപറ്റ മനുഷ്യർ നമ്മളോടൊപ്പം ഉണ്ട്. വിവിധ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ടവരും മനുഷ്യർ സാധാരണ ഇവിടെ അയൽവാസികളായിട്ടൊക്കെ ഉള്ളവരാണ്. നമുക്ക് അവരോട് സംസാരിച്ചു തുടങ്ങാം. എന്താണ് ഈ പുതിയൊരു ആശങ്കയായിട്ട് ഇപ്പോൾ വീണ്ടും ഉയർന്നു വരികയാണ്? ഇതിപ്പോൾ 2018 പ്രളയത്തിന് ശേഷം പൊതുവെ എല്ലാ മഴക്കാലത്തും നമ്മുടെ പ്രദേശങ്ങളിൽ ഈ ആശങ്ക നിലനിൽക്കുന്നതാണ്. അത് സ്വാഭാവികമായും മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. ആ വിഷയത്തിനകത്തൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുക എന്നുള്ളത് ഏറ്റവും പ്രധാന ഘടകമാണ്. ഇപ്പോൾ 2018 പ്രളയത്തിന് ശേഷം നമ്മുടെ പുഴയിലെല്ലാം മണൽ വന്നടിഞ്ഞ് നീരൊഴുക്ക് അതിൻ്റെ ഒരു ഗതി മാറിയാണ് പലപ്പോഴും നമ്മുടെ തീരങ്ങളിടയിൽ നടക്കുമുള്ള എല്ലാ പ്രശ്നങ്ങളും എല്ലാ മഴക്കാലത്തുമുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മുല്ലപ്പെരിയാർ ഒരു ആശങ്കയായി നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ തീരങ്ങളിലുള്ളവരും അല്ലാത്തവരും എല്ലാം വലിയ ഭയാനകമായ ഒരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാകുക എന്നുള്ളത് ഏറ്റവും ഇപ്പോൾ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടുകൾ, അതുപോലെ തന്നെ മറ്റ് നമ്മുടെ ഹരിത ട്രൈബ്യൂണൽ വിധിയെല്ലാം ഇതിനെ ഒരു ഘടകമായി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് പരിഹരിക്കപ്പെടുക എന്നുള്ളത് ഒരു വെല്ലുവിളികൾ ഉണ്ടെങ്കിലും പരിഹരിക്കപ്പെടണം. അത് പരിഹരിക്കപ്പെടുക എന്നുള്ളത് ഒരു നിയമനിർമ്മാണത്തിലൂടെ മാത്രമാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഇതിനകത്ത് ശക്തമായ ഒരു നിയമനിർമ്മാണം കൊണ്ടുവരികയും ഇതിന്റെ ഒരു ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിലേക്ക്, ഡാമുകളുടെ ഒരു ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റ് സ്വയമേ അത് ഏറ്റെടുക്കും. ഇപ്പോൾ അന്തർ സംസ്ഥാന വിഷയമായി ഇത് നിലനിൽക്കുകയാണ്. ഇത് പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് സംസ്ഥാനങ്ങൾ ദീർഘകാലമായ ചർച്ചകളിലൂടെയും മറ്റ് നിയമ നടപടികളിലൂടെയും ഒക്കെ പോയിട്ടും അത് പരിഹരിക്കാൻ കഴിയില്ല. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഇതിനകത്ത് ആശങ്ക പരിഹരിക്കാനുള്ള നിലപാട് എടുത്തുകൊണ്ട് കടന്നു വരണമെന്നും ഒരു നിയമനിർമ്മാണം തന്നെ ഇതിന് ആവശ്യമാണെന്നുമാണ് ഞങ്ങൾക്ക് പറയുന്നത്. ഇപ്പോൾ പലരുണ്ട്, എല്ലാവരോടും സംസാരിക്കാം. പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയുണ്ട്. എന്താണ് ഈ നാട്ടില് കുറച്ച് വെള്ളപ്പൊക്ക ബാധിത പ്രദേശം തന്നെയാണ് അല്ലേ? വെള്ളൂർ ഗ്രാമപഞ്ചായത്തിന്റെ 40% കൂടി ഒഴുകുന്നതാണ് മൂവാറ്റുപുഴയാറ്. 2019 വെള്ളപ്പൊക്കം ഏകദേശം എല്ലാ വാർഡുകളെയും തന്നെ ബാധിച്ചതാണ്. അപ്പോൾ അതിന്റെ ഫലമായിട്ട് തീരം സ്ഥിരമായിട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കണം. അതിനോട് റവന്യൂ വകുപ്പ് കുറച്ച് സ്ഥലങ്ങളിലെല്ലാം നമുക്ക് മൺതിട്ട കൊണ്ട് കെട്ട് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അതും ഈ പ്രാവശ്യം അതൊന്നും കൊണ്ട് ഈ മുല്ലപ്പെരിയാറിന്റെ ആശങ്ക പരിഹരിക്കാവുന്നല്ലേ? അല്ലല്ല, ചെറിയ കെട്ടുകളോ തടയണകളോ കൊണ്ടൊന്നും പരിഹരിക്കാവുന്ന. ജനങ്ങളുടെ ആശങ്ക എങ്ങനെ പരിഹരിക്കപ്പെടുന്നു അതിലാണ് നമ്മളുടെ എല്ലാവരുടെയും ശ്രദ്ധ. ഇത് ഒരു ജലബോംബെന്നുള്ള പറയുന്നത് രീതിയിൽ ഓരോ ദിവസവും ഇത് കടന്നു പോകുന്നത് മാനസികമായ ഒരു ബുദ്ധിമുട്ടിലൂടെയാണ്. സ്ത്രീകളും കുട്ടികളും അടക്കം എല്ലാവരും നമ്മളോട് പറയുന്ന ആശങ്ക എന്ന് പറയണം മുല്ലപ്പെരിയാർ എന്നുള്ള ഒരു രീതിയിലാണ് പറയുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കണം. കേന്ദ്രവും സംസ്ഥാന ഗവൺമെന്റുകളും ഉൾപ്പെടെ എല്ലാവരും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഏർപ്പെടുത്തണമെന്നാണ് വെള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എൻ്റെ ആവശ്യം. എന്താട്ടെ, ഇതൊരു രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള എല്ലാവരുടെയും ആവശ്യമാണ്. ഈ പ്രദേശമൊക്കെ അത് അഫക്റ്റ് ചെയ്യുമെന്നുള്ള പേടി തന്നെയാണോ നിങ്ങൾക്ക്? അതായത് ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ രാഷ്ട്രീയമെല്ലാം ഇതിനകത്ത് മാറ്റിവെക്കുക. കേരള സംസ്ഥാനത്തിനോട് വളരെ അനുഭാവപൂർവമായ ഒരു സമീപനം സ്വീകരിക്കുന്ന അയൽ സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തൊരു രാഷ്ട്രീയമായിട്ടൊരു ബലാബലത്തിൻ്റെ ഒരു അവസരം അവിടെ വരുന്നില്ല. ഇത് ഫെഡറൽ സംവിധാനത്തിൽ അല്ലാതെ തന്നെ നമ്മുടെ ഫെഡറലിസത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കൈകടത്താറുണ്ട് പല സമയത്തും. ഇങ്ങനെ ഒരു ഭീകരമായ ഒരു അവസ്ഥയിൽ, അതായത് ഒരു സംസ്ഥാനത്തെ പകുതിയോളം ജനങ്ങൾ തന്നെ വളരെ ഭയാനകമായ ഒരു സിറ്റുവേഷനിൽ ജീവിക്കുമ്പോൾ അതിനൊരു തടയിടുവാൻ വേണ്ടിയിട്ട് കേന്ദ്രം ഇതിനകത്തൊരു ഇടപെട്ടുകൊണ്ട് മുൻകൈ എടുക്കണം. തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റ് ഇതിനകത്ത് മുൻകൈ എടുത്തുകൊണ്ട് തമിഴ്നാടിനും പറഞ്ഞ് മനസ്സിലാക്കുക, കേരളത്തിന് ഞങ്ങൾക്ക് വെള്ളമല്ല വേണ്ടത്, വെള്ളം തമിഴ്നാട് കൊടുത്തോട്ടെ, അവർക്ക് ആവശ്യമുള്ള വെള്ളം എടുത്തോട്ടെ. പക്ഷെ കേരളത്തിന്റെ 4-5 ജില്ലകൾ തന്നെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. എന്തെങ്കിലും ഉണ്ടായിട്ട് നമ്മൾ കൈയും കാലിട്ട് അടിച്ച് കുറെ ധനസഹായമോ അല്ലെങ്കിൽ പ്രളയത്തിൽ നമുക്ക് കിട്ടിയതുപോലെയുള്ള സഹായമൊന്നും അല്ല നമ്മൾ നമ്മുടെ ജീവൻ, എല്ലാവർക്കും ജീവനെ പേടി, ജീവൻ എന്നുള്ളതാണ് അല്ലേ? അതെ തീർച്ചയായിട്ടും. കാരണം നമുക്ക് ഏറ്റവും വിലപ്പെട്ട ജീവനത്തിനപ്പുറം വിലപ്പെട്ടതായിട്ടൊന്നുമില്ല. അപ്പോൾ ഇതൊരു അന്തർ സംസ്ഥാന പ്രശ്നമായത്, ഇവിടെ പറഞ്ഞ പോലെ ഒരു അന്തർ സംസ്ഥാന പ്രശ്നമായതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും 2 ഗവൺമെൻറ്റുകൾ കൂടി ആലോചിച്ച് ഈ ജലബോംബ് എന്ന ജനങ്ങളുടെ ഭീതി അകറ്റേണ്ടത് തന്നെയാണ്.
ഇത്തവണ എന്തായിട്ട് ഈ വെള്ളപ്പൊക്കവും പുതിയ വയനാട് സംഭവമൊക്കെ കൊണ്ടാണോ നിങ്ങൾ ഇതൊരു കൂടുതൽ ആശങ്കയായിട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? ഇത്രയും പഴക്കമുള്ള ഡാം പൊട്ടിക്കഴിഞ്ഞാലുണ്ടാകുന്ന ഭയാനകമായ രീതിയിലുള്ള നമ്മുടെ ഈ പ്രദേശങ്ങളിലെല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ ഡാം എത്രയും വേഗം പുതുക്കിപ്പണിയാനുള്ള സംവിധാനം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഏർപ്പെടുത്തുകയും ജനങ്ങൾക്കും ജീവനും സ്വത്ത് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ട വളരെ അത്യാവശ്യമായ കാര്യമാണ്. അത് തമിഴ്നാടിന് അതുപോലെ തന്നെ തമിഴ്നാടിന് വെള്ളം കൊടുക്കുകയും വേണം. എന്താ ചേട്ടാ ഒരു പേടി ഇപ്പോൾ പുതുതായിട്ടുണ്ടോ? എന്താ വീട് എന്ന് പറഞ്ഞാൽ ഈ 2018 വെള്ളം കയറിയപ്പോഴേ എൻ്റെ വീട് മാത്രമേ കയറത്തുള്ളൂ, നേരെ കാണുന്ന വീടാണ്. അപ്പോൾ അന്നൊരു ഭയമില്ലായിരുന്നു. പക്ഷേ ഈ വയനാട് ദുരന്തത്തോടു കൂടി ഇപ്പോൾ മൊത്തത്തിൽ ആൾക്കാർക്കിടെ ഒരു ഭയം ഉണ്ടായിട്ടുണ്ട്, ഈ മുല്ലപ്പെരിയാർ കൂടി ഉള്ളതുകൊണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഈ കുറച്ച് ദിവസമായിട്ട് പത്രവാർത്തകൾ മുല്ലപ്പെരിയാർ വരാൻ തുടങ്ങിയപ്പം ആൾക്കാർ മൊത്തം ഒരു ആശങ്കയിലാണ്. അപ്പോൾ അതിന് കേന്ദ്ര സർക്കാരും നിയമ സംവിധാനവും കൂടി ഇടപെട്ട് ഒരു സാധ്യത പരിഹാരം ഉണ്ടാക്കും. എന്താ ചേട്ടാ തോന്നുന്നു? ഈ കേരളത്തിൻ്റെ സുരക്ഷയും തമിഴ്നാടിന് വെള്ളവും എന്നുള്ള കാര്യത്തിൽ ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് ആർക്കും ഒരു തർക്കമില്ലാത്ത കാര്യമല്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുരക്ഷ എന്നുള്ള കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. കാരണം ഓരോ സമയവും പ്രളയങ്ങൾ ഒരു ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ ഒരു വികാരം എപ്പോഴും. ദുരന്തത്തിന് ശേഷം പ്രവർത്തിച്ചാൽ പോരാ, അതിനു മുമ്പ് തന്നെ ഇതിന് ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ എത്രയോ വർഷമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഇതുവരെയും കേന്ദ്ര ഗവൺമെൻറ്റോ അത് സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് അതിന് പരിഹരിക്കുവാനായിട്ട് ഇതുവരെ ഒരു ശാശ്വത തീരുമാനം ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് തർക്കം ഇപ്പോഴും ആ തർക്കം മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് അവരുടെ ജീവന ഭീഷണിയായ കാര്യങ്ങൾ മാറ്റി ഒരു പുതിയ ഡാം ആണെങ്കിൽ പുതിയ ഡാം ഉണ്ടാകണം എന്ന് തന്നെയാണ് ജനങ്ങളുടെ ആവശ്യം എന്നുള്ള തർക്കമില്ല. എന്തായാലും ഒരു സൊല്യൂഷൻ വേണം അല്ലേ? ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല. ഒരു സൊല്യൂഷൻ ഉണ്ടാകണം. കാരണം വെച്ചാൽ 130 വർഷം പഴക്കമുള്ള ഒരു ഡാം അത് ലോകത്ത് മറ്റൊരിടത്തും കാണാൻ സാധ്യതയില്ല. അതിനെക്കുറിച്ചുള്ള ആശങ്ക, അതായത് കേരളത്തിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രകൃതി ദുരന്തങ്ങളാണ് ജനങ്ങളെ ഇത്രയും ആശങ്കയിലേക്ക് മാറ്റിയിരിക്കുന്നത്. കാരണം ഏതൊരു നിമിഷവും ഈ ജലബോംബ് പൊട്ടിത്തെറിക്കാം, ആയിരങ്ങൾ 10,000 നഷ്ടപ്പെട്ടേക്കാം, മനുഷ്യജീവൻ. ഈ വയനാടൊക്കെ ഇങ്ങനെ കാഴ്ചകൾ കണ്ടതുകൊണ്ട് ഒരു ആശങ്ക കൂടുതലുണ്ട്. ആശങ്ക തന്നെ കൂടുതൽ. കാരണം കേരളത്തിൻ്റെ ഭൂപ്രകൃതി അങ്ങനെയാണല്ലോ, പ്രകൃതി ദുരന്തങ്ങൾ അടിക്കടി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ മുല്ലപ്പെരിയാർ കേരളത്തിൻ്റെ ഒരു പുതിയ സാഹചര്യത്തിൽ ഈ ഒരു ഇത് അതിവൃഷ്ടിയൊക്കെ കൂടുതലാകുന്ന സാഹചര്യത്തിൽ കോടതികളും ഇതൊന്ന് പുതുതായി പരിഗണിക്കണം എന്ന് തോന്നുന്നുണ്ടോ? കോടതി ഇതിനകത്ത് തീർച്ചയായിട്ടും ബന്ധപ്പെടേണ്ടതാണ്. കോടതി പഠനം കേന്ദ്ര ഗവൺമെൻറ് ബന്ധപ്പെടണം. ശരിക്കും പറഞ്ഞാൽ 2018 മുതൽ ഇവിടെയുള്ള ആൾക്കാർ വളരെ ഭീതിയിലാണ്. കാരണം വെച്ചാൽ ഇവിടെ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഒന്ന് തുടിക്കുമ്പോൾ വെള്ളം കയറുമല്ലോ. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മുല്ലപ്പെരിയാറിൻ്റെ വിഷയം അന്ന് മുതലുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ ഇവിടെയുള്ള മനുഷ്യർ ജീവിക്കും? ഇവിടെ തമിഴ്നാടിന് വെള്ളം കൊടുക്കുമോ, എന്ത് വേണമെങ്കിലും കൊടുത്തോട്ടെ, അതല്ല വിഷയം. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ പഞ്ചായത്ത് എറണാകുളം ജില്ലയുടെ പകുതിയായിട്ട് കൂടുതൽ വരുന്ന എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ കോട്ടയം ജില്ലയുടെ ഭാഗങ്ങൾ ഈ ഭാഗങ്ങൾ ഒഴുകിപ്പോയിട്ട് അവിടെ നമ്മുടെ ഇവിടെ ഇപ്പോൾ ദുരന്തം ഉണ്ടായത് വയനാട് പോലെ ആയി കഴിയുമ്പോൾ ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതായത് ഇതിന് മുൻപ് ഒരു ഗൗരവപൂർവമായ ഒരു ഇടപെടൽ ഇപ്പോൾ തന്നെ വേണം. അല്ല, ഇപ്പോൾ തന്നെ വേണം. ഗൗരവമായ ഒരു ഇടപെടൽ ഇപ്പോൾ തന്നെ നിലവിൽ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാരണമാണ്. പിന്നെ കേന്ദ്ര സർക്കാർ തമിഴ്നാടിന് ജലം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയും കൂടി മാനിച്ചുകൊണ്ട് വേണം ചെയ്യേണ്ടത്. എന്താ ചേട്ടാ? നമ്മുടെ പ്രകൃതി സർക്കാരിൻ്റെയോ ഗവൺമെൻറ്റിൻ്റെയോ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് കേന്ദ്ര സർക്കാർ ഇടപെട്ട് നമ്മുടെ പ്രകൃതി ദുരന്തം, ഇപ്പോൾ ഉരുൾപൊട്ടലുകൾ, ഭൂമി കുലുക്കങ്ങൾ, ഇതൊക്കെ നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു വിപത്തുണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ സർക്കാർ ഇടപെട്ട് പുതിയൊരു ഡാം നിർമ്മിക്കാൻ ഉള്ള നടപടി സ്വീകരിക്കുക, ജനങ്ങളുടെ ഭീതി ഒഴിവാക്കുക. ആവശ്യത്തിലധികം വെള്ളം കേരളത്തിലുള്ളത് തമിഴ്നാട് നമുക്ക് ആവശ്യത്തിലേറെ വെള്ളം അവർക്ക് കൊടുക്കാൻ നമ്മൾ മനസ്സുള്ളവരാണ് എന്ന് നമ്മൾ കണ്ടുകൊണ്ട് അടിയന്തര പരിഹാരം എന്ന് തന്നെയാണ്. മഞ്ജുഷ ഒരു കാര്യം പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഈ മൂവാറ്റുപുഴയാറിന്റെ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ ഇതാ ഏതാണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അതിശക്തമായ മഴയൊന്നും പെയ്തു നിൽക്കുന്ന ഒരു സാഹചര്യമല്ല, പക്ഷേ ഈ തീരത്തോട് വെള്ളം ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഡാം ദുരന്തമൊക്കെ ഉണ്ടായാൽ ഈ മനുഷ്യരുടെ അക്കരെയൊക്കെയുള്ള വീടുകൾ ഒരുപക്ഷെ കാണാൻ പറ്റുമായിരിക്കും. ഈ മനുഷ്യരുടെ ജീവിതം എന്താകുമെന്ന ആശങ്ക സ്വാഭാവികമാണ്. അതിപ്പോ ഏതെങ്കിലും ഒരു സുപ്രീം കോടതി റിപ്പോർട്ടോ ഏതെങ്കിലും ഒരു ഇതിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഈ പുതിയ കേരളത്തിലെ സാഹചര്യങ്ങൾ അത് വലിയ ആശങ്ക ആകുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് ഈ മനുഷ്യരെല്ലാവരും. ജനങ്ങളുടെ ആശങ്ക അടിസ്ഥാനമുള്ളത് തന്നെയാണ്. അവർ ഓരോ നിമിഷവും ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാവുന്ന പ്രദേശമാണ്, എന്റെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് മൂവാറ്റുപുഴയാറിലെ വെള്ളൂർ, ഈ ചെറുകര പാലം എന്ന് പറയുന്നത്. അവിടുത്തെ ആളുകൾ ഇപ്പോൾ മലങ്കര ഡാം തുറന്നുവിട്ട സമയത്തൊക്കെ അവർ അനുഭവിച്ച വളരെയധികം പ്രശ്നങ്ങൾ 2018 പ്രളയ സമയത്തുണ്ട്. അപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് അനുസരിച്ച് താഴെയുള്ള മറ്റ് ഡാമുകളുടെ ജലനിരപ്പും ക്രമീകരിക്കേണ്ടി വരും. ഡാമിന്റെ ഷട്ടറുകൾ അതനുസരിച്ച് തുറക്കേണ്ടി
തുറക്കേണ്ടി വരും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അധികൃതർ തന്നെ ചിന്തിക്കണം. ആ രീതിയിൽ ചിന്തിക്കേണ്ടിയും വന്നിട്ടുണ്ട്. ആ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് നടത്തിക്കൊണ്ടും ഇരിക്കുന്നത്. ജനങ്ങളുടെ ആശങ്ക കൃത്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മറ്റു സ്ഥലങ്ങളിലേക്ക് മഞ്ജുഷ്, വെള്ളൂര് മഞ്ജുഷ് ഗോപാലിന്റെ മാത്രമല്ല ഞങ്ങളുടെ ഒരു പ്രതിനിധികളുടെ സ്ഥലം കൂടിയാണ്. ചപ്പാത്തിൽ നിൽക്കുന്ന ടോം കുര്യാക്കോസിന്റെ സ്ഥലമാണ് വെള്ളൂര്. ടോം ചപ്പാത്തിലേക്ക് പോകുമ്പോൾ ടോമിന്റെ സ്ഥലത്തുള്ളവർ പറയുന്നത് ആ രീതിയിലുള്ള ആശങ്കയാണ്. ചപ്പാത്തിൽ ടോം അഭിമുഖീകരിക്കുന്ന അല്ലെ ടോമിന്റെ മുന്നിൽ നിൽക്കുന്നത് വലിയൊരു സമരത്തിലേക്ക് കടക്കാൻ നീങ്ങുന്ന ആൾക്കാരുടെ ഒപ്പവുമാണ്. ആ സമര ചരിത്രമുള്ള ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഏത് രീതിയിലുള്ള ആശങ്ക, കൃത്യമായി സർക്കാരിന്റെ മുന്നിൽ എന്തെല്ലാം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൂടിയാണ് ഇന്നത്തെ സമരം പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ടോമിലേക്ക് വരാം. ടോമിന്റെ അവിടെ ചില ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. ഇതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. അവിടെ നിന്ന് സ്പിൽവേയിലൂടെ വെള്ളം കടന്നു പോകുന്ന ഒഴുകുന്ന ദൃശ്യമാണ് കാണുന്നത്. മുൻപ് മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണത്തെ വലിയ മഴ പെയ്ത സമയത്ത് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 136 അടിക്കും മുകളിൽ പോയതാണ്. ഏതാണ്ട് 138 അടിയോളം എത്തിയ സമയത്താണ് തമിഴ്നാട് ഡാം തുറക്കാമെന്ന് സമ്മതിച്ചത്. അങ്ങനെയാണ് സ്പിൽവേയുടെ ഷട്ടറുകൾ ഉയർത്തി വെള്ളം ഇടുക്കി ഡാമിലേക്ക് ഒഴുക്കി വിട്ടത്. പറഞ്ഞു വന്നത് വെള്ളൂരിൽ ടോമിന്റെ സ്ഥലത്ത് നിന്നായിരുന്നു ശ്രീജിത്ത് നേരത്തെ റിപ്പോർട്ട് ചെയ്തത്. ജനങ്ങളുടെ ആശങ്ക, ആവശ്യങ്ങൾ അതെല്ലാം ന്യൂസ് 18 കേരള ലൈവ് തൊഴിലൂടെ മുന്നിലെത്തുന്നു. ടോം ചപ്പാത്തിൽ നിൽക്കുമ്പോൾ ഈ വലിയ സമരത്തിന് വേദിയായിട്ടുള്ള ചപ്പാത്ത് ഇനി കടക്കുന്നത് അതേത് തരത്തിലേക്കുള്ള ഒരു സമരത്തിലേക്കാണ്? എന്ത് തരത്തിലുള്ള ആവശ്യമാണ് അധികൃതർക്ക് മുന്നിൽ വെക്കാൻ അവർ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും അപർണ, ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ മൂവാറ്റുപുഴ ആറിന്റെ സമീപ പ്രദേശത്താണ് ഞാനും എന്റെ മഞ്ജുഷിന്റെ ഒക്കെ വീട്. അവിടെ ഈ കഴിഞ്ഞ 2 പ്രളയകാലത്തും അവിടെ നിരവധി വീടുകൾ വെള്ളത്തിനടിയിൽ മുങ്ങിയതാണ്. അങ്ങനെ വലിയ ഭീതിയോടെ കഴിയുന്ന ഒരു ജനതയാണ് അവിടെയുള്ളവർ. പക്ഷെ അതിനേക്കാൾ അപ്പുറം മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്ന ഒരു പ്രദേശം അത് ചപ്പാത്താണ്. സ്വാഭാവികമായും ഇവിടുത്തെ ആളുകളുടെ ആശങ്ക നമുക്കറിയാം. നേരത്തെ മൂവാറ്റുപുഴാറിന്റെ സമീപ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകളെക്കാൾ അപ്പുറം വലിയ ഭീതിയിൽ കഴിയുന്ന ഒരു വലിയ സമൂഹം. ഇപ്പോൾ ഈ സമരസമിതി, മുല്ലപ്പെരിയാർ സമരസമിതിയുടെ പ്രതിനിധികൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ ഈ സമരം കൂടുതൽ ശക്തമാകുന്ന ഒരു സാഹചര്യം. മുല്ലപ്പെരിയാർ സമരസമിതി ഇതിനു മുൻപ് നടത്തിയിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള പല സമരങ്ങളും പ്രക്ഷോഭങ്ങളുമുണ്ട്. മനുഷ്യൻ ചങ്ങല നിങ്ങൾ തീർത്തിട്ടുണ്ട്. അത്തരമൊരു പ്രക്ഷോഭം ഇനി ഉണ്ടാകില്ലെന്ന് നിങ്ങൾ തുറന്നു പറയുന്നു. പക്ഷെ ഏത് രീതിയിൽ ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിയും? നമുക്കറിയാം, മുല്ലപ്പെരിയാർ സമരം എന്ന് പറയുമ്പോൾ എല്ലാ ഘട്ടങ്ങളും ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ തരത്തിലുള്ള സമരങ്ങളും നടന്നൊരു സ്ഥലമാണ് ചപ്പാത്ത് എന്ന് പറയുന്നത്. 2 ലക്ഷത്തിൽ 3 ലക്ഷം അടുത്ത് വോട്ട് വരെ ശേഖരണം നടത്തി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്കും അടക്കം നമ്മൾ അയച്ചിട്ടുള്ളതാണ്. ഹർജി വരെ നമ്മൾ അയച്ചിട്ടുള്ളതാണ്. കാരണം ഇവിടെ നിന്ന് നമ്മൾ ഏറ്റവും വലിയൊരു മനുഷ്യച്ചങ്കര വരെ നടന്നിട്ടുള്ള സ്ഥലമാണ് ചപ്പാത്ത് എന്ന് പറയുന്നത് തന്നെ. ഇനി ഒരു സമരവുമായി മുമ്പോട്ട് പോകുന്നതിൽ യാതൊരു കാര്യമില്ല. കാരണം ഇത് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ കിടക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ട് കൂടുതലായി സുപ്രീം കോടതിയിൽ ഇതിന്റെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഉചിതമായിട്ടുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് തീരദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആവശ്യം. നമുക്ക് ഇവിടുത്തെ, എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആളുകളോട് ചോദിക്കാൻ തോന്നുന്നു, ഇവിടെ നിങ്ങൾ എവിടെയാ ചേട്ടൻ സ്ഥലം? എവിടെയാ ഇവിടെയുള്ള ആളുകൾ നമുക്ക് അപർണ, മഞ്ജുഷ്, നിരവധി ആളുകൾ ഈ സമര രംഗത്തേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ ഫാദർ ജോയ് നിരപ്പൽ, അദ്ദേഹം ഈ മുല്ലപ്പെരിയാറിന്റെ ഇന്നത്തെ ഈ ചപ്പാത്ത് സ്നേഹ കൂട്ടായ്മ നടത്തുന്ന ഈ സർവമത പ്രാർത്ഥനയ്ക്കും ഉപവാസ കൂട്ടായ്മയ്ക്കും അഭിവാദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ മുല്ലപ്പെരിയാർ സമരസമിതിയുടെ നേതൃത്വത്തില് ഇവിടുത്തെ ഭാരവാഹികളുടെ യോഗം ചേരുന്നുണ്ട്. എങ്ങനെയായിരിക്കണം തുടർ സമരങ്ങൾ? കാരണം ഇവർ തന്നെ നേരത്തെ പ്രഖ്യാപിച്ച ഒരു പ്രക്ഷോഭത്തിലേക്ക്, അതായത് തമിഴ്നാടിനെ പ്രകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക് അവർ നീങ്ങുന്നില്ല. കാരണം കേരളത്തില് ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരു സമരം ചെയ്താൽ തമിഴ്നാട് അതിനേക്കാൾ തീവ്രമായ രീതിയിലുള്ള പ്രക്ഷോഭം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകൾ അത്തരം ഒരു തമിഴ്നാടിനെ പ്രകോപിപ്പിക്കാൻ തയ്യാറല്ല. മാത്രമല്ല ഇവിടുത്തെ ആളുകൾ വലിയ നിരാശയിലാണ്, മാനസികമായി വലിയ ബുദ്ധിമുട്ടിലാണ്, വലിയ ആശങ്കയിലാണ്. ഇവിടെ സംസാരിച്ച ആളുകളെല്ലാം സമാനമായ രീതിയിലുള്ള ആശങ്കയാണ് പങ്കുവച്ചത്. നമുക്കറിയാം ഈ ഇവിടുത്തെ ഈ പെരിയാറിന്റെ ഇപ്പോഴത്തെ കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഈ ചപ്പാത്ത് പാലത്തിന്റെ സമീപത്തു കൂടിയാണ് ഈ പെരിയാർ ഒഴുകുന്നത്. അതായത് ഈ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും
ഈ ജലം ഒഴുകി വരുന്ന ഒരു പ്രദേശമാണ് ഈ പെരിയാർ. ഈ പെരിയാറിൽ നിന്നാണ് ഇവിടെ ഇതുവഴിയാണ് ഇടുക്കി ഡാമിലേക്ക് ഈ വെള്ളം ചെല്ലുന്നത്. സ്വാഭാവികമായും ആദ്യം ഒരു ചെറിയ പ്രളയം വന്നാൽ പോലും ഈ ചപ്പാത്ത് പൂർണ്ണമായും മുങ്ങാറുണ്ട്. 2018-ലും 19-ലും ഒക്കെ ചപ്പാത്ത് മുങ്ങിയതാണ്, നമുക്കറിയാം. അന്നത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായും മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടുത്തെ ഈ സമീപ പ്രദേശങ്ങളിൽ, ഇവിടെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള വീടുകളെല്ലാം പൂർണ്ണമായും മുങ്ങും. ഇതിനു മുൻപ് 2018-19-ലൊക്കെ ഇവിടെ പൂർണ്ണമായും മുങ്ങിയതാണ്, പല വീടുകളും മുങ്ങിയതാണ്. അതിനെ അതിജീവിച്ചൊരു ജനതയാണ്, മാനസികമായി അങ്ങനെ കരുത്തരായവരാണ്. പക്ഷേ ഇനിയൊരു സമര രംഗത്തേക്ക് അവർ ഇല്ല എന്ന് പറയാൻ പല കാരണമുണ്ട്. വലിയ തിക്താനുഭവം. നേരത്തെ നമ്മോട് സംസാരിച്ച ഷാജി പി ജോസഫ്, മുല്ലപ്പെരിയാർ സമരസമിതിയുടെ ചെയർമാനായിട്ടുള്ള ഷാജി പി ജോസഫ്, അദ്ദേഹം പറഞ്ഞു ഈ മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ ശാശ്വതമായ പരിഹാരം കാണുന്നതുവരെയും താൻ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞു. ഇന്നും അവിവാഹിതനായി ജീവിക്കുന്നു. അങ്ങനെ നിരവധി ചെറുപ്പക്കാർ അങ്ങനെയുണ്ട്. അതായത് അവിവാഹിതരായി ജീവിക്കുന്ന പലർക്കും ഇവിടുത്തെ ഒരു യാഥാർത്ഥ്യം ഇതാണ്. ഈ പ്രദേശത്തുള്ള പല ചെറുപ്പക്കാർക്കും പെണ്ണ് കിട്ടുന്നില്ല. കാരണം ഇവിടേക്ക് എങ്ങനെ വരും? ഏത് സമയവും വെള്ളത്തിനടിയിലാകും എന്ന ആശങ്ക. ജലബോംബ് നിൽക്കുന്നു. സ്വാഭാവികമായി അങ്ങനെയുള്ള നാട്ടിലേക്ക് ഏതെങ്കിലും പെൺകുട്ടികൾ വരില്ല, ഒരു പെൺകുട്ടിയും വരില്ല, വിവാഹം കഴിച്ചു വരില്ല എന്ന് തന്നെയാണ് ഇവിടെയുള്ളവർ പറയുന്നത്. അങ്ങനെ ഇവിടുത്തെ മറ്റൊരു കണക്ക് വരെ നേരത്തെ പുറത്തു വന്നതാണ്. ഈ പല വിഷയങ്ങൾ, അതായത് മുല്ലപ്പെരിയാർ ഉൾപ്പെടെ കസ്തൂരിരംഗം, ഗാഡ്ഗിൽ ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഇവിടുത്തെ ചെറുപ്പക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, പലർക്കും വിവാഹം കഴിക്കാൻ, അതായത് പെണ്ണ് കിട്ടുന്നില്ല, അതൊരു വലിയ പ്രശ്നമുണ്ട്. അതായത് നേരത്തെ കാഞ്ഞിരപ്പള്ളി രൂപത, ഇടുക്കി രൂപത ഉൾപ്പെടെയുള്ള പല രൂപതകൾ, വിജയപുരം രൂപത, ലത്തീൻ സഭയുടെ വിജയപുരം രൂപത ഉൾപ്പെടെയുള്ള പല രൂപതകളുടെയും കണക്കുകൾ, അതായത് 10,000-ലധികം ചെറുപ്പക്കാർ അവിവാഹിതരായി നിൽക്കുന്നുണ്ട്. അതിനൊരു കാരണം മുല്ലപ്പെരിയാറാണ് എന്ന് തന്നെയാണ് ഇവിടെ എത്തിയപ്പോൾ പലരും പങ്കുവെക്കുന്ന ഒരു വിഷയവും. അപർണ, മഞ്ജുഷ. ശരിയാണ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടോം പറഞ്ഞത്. ഈ രീതിയിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ താഴ്ഭാഗങ്ങളിൽ താമസിക്കുന്നവരുടെ അവസ്ഥ. അങ്ങോട്ട് ഏത് സമയം വേണമെങ്കിലും ഈ ജലബോംബിന്റെ രൂപത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് എത്തുമോ എന്നുള്ള ആശങ്ക ജനങ്ങൾക്കുണ്ട്. അതവർ പങ്കുവെക്കുകയുമാണ്. ഇതിൽ ഒരു രാഷ്ട്രീയവുമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ടവർ ഒരേ സ്വരത്തിൽ തന്നെയാണ് പറയുന്നത്. ഡീകമ്മീഷൻ ചെയ്യണം മുല്ലപ്പെരിയാർ അണക്കെട്ട്, പുതിയ ഡാമെങ്കിൽ പുതിയ ഡാം. ഇതിൽ ആർക്കും സംശയമില്ലാത്ത ഒരു കാര്യം, തമിഴ്നാടിന് വെള്ളം കൊടുക്കുന്നതിൽ ഒരെതിർപ്പും ആർക്കുമില്ല. നേരത്തെ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ആ മുദ്രാവാക്യം രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് വെള്ളം എന്നുള്ള കാര്യം അതിപ്പോഴും ആളുകൾ പറയുകയാണ്. അതിൽ ഒരു രാഷ്ട്രീയവും കലർന്നിട്ടില്ല. ഇപ്പോൾ ചെറുതോണിയിൽ ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഒപ്പം ജനങ്ങളുമുണ്ട് ഡാനിക്കൊപ്പം. ഏത് തരത്തിലുള്ള ആശങ്ക ഈ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും അവർ ആവർത്തിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഡാനി പഞ്ചായത്തിന്റെ അടക്കമുള്ള ആവശ്യങ്ങൾ, പരാതികൾ, വിഷമം, ഈ ആശങ്ക എങ്ങനെ പങ്കുവെക്കുന്നു? പിന്നെ മഞ്ജുഷ, നമ്മൾ ചെറുതോണി പാലമാണ്. നമുക്ക് ചെറുതോണി പാലം ഒരിക്കലും മറക്കാൻ കഴിയില്ല. ചെറുതോണി പാലം, അവിടെ ആ താഴെ കാണുന്ന പാലം, ഒരുപക്ഷെ ന്യൂസ് 8-ന്റെ ക്യാമറയിൽ, നമ്മുടെ ക്യാമറമാനായിരുന്ന കണ്ണൻ പ്രസിഡന്റ് ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ, അന്ന് ഒരു പിഞ്ചു കുഞ്ഞിനെ മാറത്ത് ചേർത്തുകൊണ്ട് ഈ പാലം മുഴുവനായി മൂടുന്ന രീതിയിലേക്ക് ഡാമിൽ നിന്ന് ജലം ഒഴുകിയെത്തുമ്പോൾ അതിന് നിമിഷങ്ങൾ കൊണ്ട് മറികടന്ന ആ ഒരു ചിത്രം, അത് ആ പ്രളയകാലത്തിലെ ഏറ്റവും സുന്ദരമായ ഓർത്തുവെക്കാൻ പറ്റുന്ന ഒരു അതിജീവനത്തിൻ്റെ ഒരു ചിത്രമായിരുന്നത്. ആ താഴെ കാണുന്നത് ആ പാലമാണ്. അതിനുശേഷം പിന്നീട്, പക്ഷേ ആ പാലത്തിന് മറ്റു കുഴപ്പങ്ങളൊന്നും സംഭവിച്ചില്ല. പക്ഷേ അതിനുശേഷം ഈ ദുരന്ത നിവാരണം എന്നത് കേരളം പഠിച്ചു തുടങ്ങുകയായിരുന്നു. പിന്നീട് ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് പുതിയ പാലമാണ്. ഇവിടേക്ക് നാഷണൽ ഹൈവേയുടെ ഭാഗമായി പുതിയ പാലം ഇവിടേക്ക് യാഥാർത്ഥ്യമായിരിക്കുന്നു. അങ്ങനെ പല രീതിയിലേക്ക് പ്രളയം അന്നത്തെ 2018 നമ്മളെ പഠിപ്പിച്ചിരുന്നു. പക്ഷേ അതൊന്നുമല്ല ഇപ്പോഴത്തെ ചിത്രം. നിറഞ്ഞ വലിയ രീതിയിലെ ആശങ്കയിലേക്ക് വരുന്ന മുല്ലപ്പെരിയാർ ഏത് ഭീതിതമായൊരു സാഹചര്യമാണ് ഉണ്ടാക്കുന്നത് എന്നതാണ്. നമുക്കൊപ്പം ആദ്യം നമ്മുടെ ലേഖൻ കൂടിയായ വി.കെ. സ്റ്റാലിൻ ഒപ്പം നമുക്ക് ചേരുന്നുണ്ട്. സ്റ്റാലിൻ ചേട്ടാ, ആ സമയത്ത് വല്ലാത്തൊരു കാഴ്ചയായിരുന്നല്ലോ ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ആദ്യം ഓടിയെത്തിയ ഒരാൾ എന്ന രീതിയിൽ, മാധ്യമപ്രവർത്തന രീതിയിൽ എന്തായിരുന്നു? ശരിക്കും 2018 കുറിച്ച് നമുക്ക് ഓർക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. കാരണം അത്രമാത്രം ഭീകരമായിരുന്നു. ഏതാണ്ട് ഓഗസ്റ്റ് ആദ്യ വാരത്തിൽ തന്നെ തുടങ്ങിയ മഴ ജില്ലയിലാകെ എമ്പാടും, അത് ഓഗസ്റ്റ് 7-8 തീയതിയോടുകൂടി വളരെയധികം അത് തീവ്രമാവുകയും ഓഗസ്റ്റ് 9 പുലർച്ചെ മുരിക്കാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ ഒരു ദുരന്തമുണ്ടാകുന്നു. തൊട്ടിങ്ങോട്ട് ഉള്ള ദിവസങ്ങളെല്ലാം ഈ തരത്തിൽ ശക്തമായ മഴയും ആയിരുന്നു. അതുതന്നെ ഈ ഓഗസ്റ്റ് 9 അന്ന് നമ്മുടെ ഇടുക്കി ചെറുതോണിയുടെ 5 ഷട്ടറുകളും തുറന്ന് വെള്ളം പുറത്തേക്ക് എടുക്കാൻ തുടങ്ങി. ഏതാണ്ടൊരു
45 ദിവസക്കാലം അത് തുറന്നു. അങ്ങനെ ഏറ്റവും ഭീകരമായൊരവസ്ഥ ആണ് അന്ന് ഉണ്ടായത്. അതോടൊപ്പം അന്ന് മുതൽ ഇങ്ങോട്ടുള്ള ഓരോ വർഷങ്ങളും ഇത്തരത്തിലുള്ള ഓരോരോ ഭീഷണികളുണ്ടാകുന്നു. അതോടൊപ്പമാണ് ഇപ്പോൾ ഈ മുല്ലപ്പെരിയാറിൻ്റെ വിഷയവും ഇപ്പോൾ നമ്മുടെ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ അതിനോട് നമ്മൾ പങ്കുവയ്ക്കാൻ വന്നിരിക്കുന്നത്. നമുക്കൊപ്പം അപർണ, നമുക്കൊപ്പം ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ സത്യൻ ചേട്ടൻ ചേരുന്നു. എന്താണ് ഈ ഒരു വിഷയത്തിൽ മുല്ലപ്പെരിയാർ ഉയർത്തുന്ന ഒരു ആശങ്ക എന്ന രീതിയിൽ നമ്മൾ ഇത്ര പേരുണ്ട്, സത്യം തുടങ്ങിയാണ്, എന്താണ് നമ്മൾ പറയുന്ന നമ്മുടെ ആശങ്കകൾ, എങ്ങനെയാണ് അത് മറികടക്കാം? ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ കാലപ്പഴക്കവും അതിന്റെ നിർമ്മാണ സാങ്കേതിക വിദ്യയെ സംബന്ധിച്ച് ഈ ആധുനിക സമൂഹത്തിന് ലഭ്യമായിട്ടുള്ള അറിവുകളും ഒക്കെ വെച്ച് നോക്കുമ്പം വലിയൊരു ഭീതി തന്നെയാണ്. അതിനെന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു ആശങ്ക ഇവിടുത്തെ എല്ലാ മനുഷ്യർക്കുമുണ്ട്. അത് ഒരു തമിഴ്നാട് കാണുന്നത് പോലെ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇടുക്കി, എറണാകുളം ജില്ലയിലുള്ള ആളുകളുടെ ഒരു വൈകാരിക പ്രശ്നമൊന്നുമല്ല. അതൊരു സുരക്ഷയുടെ പ്രശ്നം തന്നെയാണ്. ഏറ്റവും വേഗത്തിൽ ആ ഡാം ഡീകമ്മീഷൻ ചെയ്യുക, പുതിയൊരു ഡാം നിർമ്മിക്കുക. അതിന് ഇന്ന് എന്താണോ മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാടിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സേവനം, അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിന്റെ അളവ്, അതൊന്നും കൊടുക്കൂല എന്നൊരു ഗവൺമെന്റ് പറയുന്നില്ല. അത് കൊടുക്കരുത് എന്ന് കേരളത്തിലെ ഒരു മനുഷ്യനും ആഗ്രഹിക്കുന്നില്ല. തമിഴ്നാട്ടിലെ 5 ജില്ലയിൽ നിന്നുണ്ടാകുന്ന കൃഷിയുടെ ഒരു ഗുണഭോക്താക്കൾ കൂടിയാണ് കേരളത്തിലെ സമൂഹം. അതുകൊണ്ട് അവിടുത്തെ കൃഷിയും അതിനെ ആശ്രയിച്ച് കഴിയുന്ന അവിടുത്തെ മനുഷ്യന്റെ ഉപജീവന മാർഗങ്ങളും നിശ്ചയമായും തുടരേണ്ടതും സംരക്ഷിക്കപ്പെടേണ്ടതുമാണ്. പക്ഷെ കേരളത്തിന്റെ സുരക്ഷയെ ഇത് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളെ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യം. അപ്പൊ അവര് ഇത് ഡീകമ്മീഷൻ ചെയ്ത് നല്ല ഒരു ഉറപ്പുള്ള ഒരു അണക്കെട്ടും അതിന്റെ ജലാശയത്തിൽ നിന്ന് ഞങ്ങൾക്ക് വെള്ളം ലഭിക്കാനുള്ള സൗകര്യവും എന്നുള്ള നിലയിലേക്ക് തമിഴ്നാട്ടിലെ മനുഷ്യർ തീർച്ചയായിട്ടും, തമിഴ്നാട്ടിലെ സഹോദരങ്ങൾ തീർച്ചയായിട്ടും ചിന്തിക്കണം. ആ ചിന്തിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന് മറ്റ് 2 സംസ്ഥാനത്തെ മനുഷ്യർ തമ്മിലുള്ള ഒരു പ്രശ്നമല്ലാതെ ഇത് മാറണം. മറ്റൊരു കാര്യം ഞങ്ങൾ കാണുന്നത് നിരവധി വർഷങ്ങളായിട്ട് നടക്കുന്ന പഠനങ്ങളും ഗവേഷണങ്ങളും സുപ്രീം കോടതിയുടെയും മറ്റ് ഏജൻസികളുടെയും എല്ലാം നിരീക്ഷണത്തിൽ ഇതിന് കുഴപ്പമൊന്നുമില്ല, വെള്ളം സ്റ്റോർ ചെയ്ത് നിർത്താം, 142 അടിയാക്കാം എന്നെല്ലാം വളരെ ലാഘവത്തോടു കൂടി പറഞ്ഞു പോകുമ്പോൾ അവരെല്ലാം സയന്റിസ്റ്റുകളാണ്, അതിന്റെ വിദഗ്ധന്മാരാണ് എന്നൊക്കെയുള്ള ഒരു ആത്മവിശ്വാസത്തിൽ ഞങ്ങളങ്ങ് കഴിഞ്ഞുകൂടാൻ നിർബന്ധിതരാകുകയാണ്. ഒരു 10-40 ലക്ഷത്തോളം വരുന്ന മനുഷ്യരും ഒരു കേരളത്തിന്റെ വലിയ ഭൂപ്രദേശവും നാമാവശേഷമാകുന്ന ഒരു സ്ഥിതിവിശേഷമായിരിക്കും മുല്ലപ്പെരിയാർ അണക്കെട്ടിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ ഉണ്ടാകുന്നത്. അതൊന്നും ചിന്തനീയമായ മനുഷ്യന്റെ മനസ്സിൽ ഒതുങ്ങാവുന്ന ഒരു കാര്യമല്ല. ഇപ്പം ആ ദുരന്തത്തെയൊക്കെ അപേക്ഷിച്ച് ഒരു ചെറിയ ദുരന്തമാണ് വയനാട്ടിലുണ്ടായതെന്ന് വേണമെങ്കിൽ പറയാം. അവിടെ കാണാതായിട്ടുള്ള മനുഷ്യരും ഭൂപ്രദേശങ്ങളും അവരുടെ ജീവിതവും അവരെ ഒന്ന് കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി നമ്മുടെ സ്റ്റേറ്റും ലക്ഷക്കണക്കായ മനുഷ്യരും ഒക്കെ നടത്തുന്ന പ്രവർത്തനങ്ങളും പോലും അതിന്റെ ഒരു 10% പോലും നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോഴാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഗവൺമെന്റുകളും മുഖ്യമന്ത്രിമാരും വളരെ നല്ല ഒരു സൗഹൃദത്തിലും ഒരു ദക്ഷിണേന്ത്യയിലെ 2 സംസ്ഥാനങ്ങളെന്നുള്ള നിലയിൽ വലിയ ബന്ധങ്ങളിലും പോകുന്ന ഒരു സന്ദർഭമാണ്. കേന്ദ്ര ഗവൺമെന്റ് ഒരു യഥാർത്ഥമായ ശാസ്ത്രീയമായ ഒരു പഠനവും പരിശോധനയും ആത്മാർത്ഥമായ നിഷ്പക്ഷമായ ഒരു നിരീക്ഷണവും നടത്തിയാൽ ഈ കാര്യത്തിന് വളരെ വേഗത്തിൽ ഒരു പരിഹാരമുണ്ടാക്കാൻ പ്രയോജനപ്പെടുത്തിയാൽ വളരെ വേഗത്തിൽ ഒരു പരിഹാരമുണ്ടാക്കാൻ കഴിയും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ ഭയവിഹുലരായിട്ട് തന്നെയാണ് ഇവിടെ ആളുകൾ കഴിയുന്നത്, അത് മഴയുണ്ടെങ്കിലും ഇല്ലെങ്കിലും. അതുകൊണ്ട് ഇത് പരിഹരിക്കപ്പെടണം എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. മറ്റുള്ളവരിലേക്ക് കൂടി മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. ഇതിലെ ഈ ഒരു വിഷയത്തിലെ സർക്കാർ അത് ഒരു മെല്ലെപ്പോക്ക് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ചുകൂടി ആർജവത്തോടെ മുന്നേറേണ്ടതാണെന്ന് തോന്നുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസമാണ് മന്ത്രി പ്രസ്താവിച്ച മുല്ലപ്പെരിയാർ സുരക്ഷിതമാണെന്ന് പറയുകയും ഈ ദിവസങ്ങളിൽ തന്നെ സമരം ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ ജനങ്ങളുടെ ഒരു വികാരവും അവിടെ എടുക്കുന്ന തീരുമാനവും രണ്ടാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ജനങ്ങളുടെ വികാരം സർക്കാരുകൾ മെല്ലെപ്പോക്ക് തന്നെയാണ് നടത്തുന്നത്. ഇതിപ്പോൾ 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കമാണ്, കേരളവും തമിഴ്നാടും. ഈ പ്രശ്നത്തിൽ പരിഹാരമുണ്ടാകണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റും ബഹുമാനപ്പെട്ട കോടതിയും ഒന്നിച്ചിരുന്ന് നല്ലൊരു തീരുമാനമെടുത്താൽ മാത്രമേ ഇതിന് തീരുമാനമുണ്ടാകുകയുള്ളൂ. ഇപ്പം ഇടുക്കിയിലെ ജനങ്ങൾ അതീവ ഭീതിയിലാണ് കഴിയുന്നത്. അപ്പോൾ നമുക്ക് ഉദ്ദേശിച്ചാൽ നമ്മുടെ കണക്കൊന്നും ഈ വെള്ളം മാത്രം എന്തെങ്കിലും അധികൃതമായി വന്നാൽ എങ്ങോട്ടാണോ പോകുന്നതെന്ന് ആർക്കും കണ്ടെത്താൻ കഴിയില്ല. ഇതിപ്പോൾ തൊടുപുഴ റൂട്ടിലേക്കാണോ അതോ ഇടുക്കിയിലേക്കാണോ ഈ വെള്ളം വന്നാൽ മാത്രമേ ഇത് എങ്ങോട്ടാണ് പോകുന്നത്, അതിൻ്റെ തീവ്രത എന്തുമാത്രം എന്നാണ് കണക്കാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റും കോടതിയും
ഇടപെട്ടാൽ മാത്രമേ ഇതിനൊരു തീരുമാനമുണ്ടാകുകയുള്ളൂ. അടിയന്തരമായി അവർ ഇടപെടേണ്ട സമയം കഴിഞ്ഞു. തീർച്ചയായിട്ടും ജനങ്ങളുടെ ഭീതി അകറ്റുവാൻ കേന്ദ്ര ഗവൺമെന്റും കോടതിയും അടിയന്തരമായി ഇടപെടണം. നല്ല ആൾക്കാരെ പഠിച്ച വിവരമുള്ള അല്ല അറിവുള്ളവരെ ഇരുത്തി ഇത് പഠിച്ച് ഇരുകൂട്ടരായി സംസാരിച്ച് പരിഹരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രളയത്തിലെ നഷ്ടങ്ങൾ നേരിട്ട ഒരാൾ കൂടിയാണ്. ഇപ്പോഴും ഈ ഒരു ആദി നിൽക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും 2018 പ്രളയം തന്നെ ഇപ്പോഴും അത് ഒരു ഭീതിപ്പെടുത്തുന്ന ഓർമ്മ തന്നെയാണ്. കാരണം വേറെ ഒരു നമ്മുടെ ഡാമിൽ ആ പ്രളയത്തിൻ്റെ മഴ മൂലമുണ്ടായ ആ വെള്ളം തുറന്നു വിട്ടപ്പോൾ തന്നെ ഉണ്ടായ ആ ഒരു ഭീകരാവസ്ഥ ഞങ്ങളെല്ലാവരും നേരിട്ട് അറിഞ്ഞവരാണ്. അതിൽ തന്നെ അന്ന് ഞങ്ങൾ മാത്രമല്ല, ഇവിടുന്ന് വെള്ളം ഒഴുകിയെത്തിയ ആലുവയിലടക്കമുള്ളവർ അനുഭവിച്ച ആ ദുരവസ്ഥകൾ എല്ലാവരും വളരെ വ്യക്തമായിട്ട് കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരുമാണ്. ഇനിയും എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു എന്ന് മനസ്സിലാകാത്തത്. വയനാട്ടിലെ ആരും വരുത്തിവെച്ച വിനയൊന്നുമല്ല, പക്ഷേ ഒരു മേഘസ്ഫോടനമോ എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ആ വലിയ ദുരവസ്ഥ, അതിൻ്റെ ഏറ്റവും ഭീകരത ഇപ്പം നമ്മളതിൻ്റെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കണ്ടെത്താനാകാത്ത ആളുകൾ ഒരു പറ്റമുണ്ട്. അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അനുഭവപ്പെടുന്ന ആ ഭീകരമായ അവസ്ഥ വളരെ ഇപ്പം ഞങ്ങൾ ഓരോരുത്തരും സൂചിപ്പിക്കുന്ന പോലെ ഞങ്ങളുടെയൊക്കെ മുമ്പിൽ തലയുടെ മുകളിൽ ഒരു ജലബോംബായിട്ട് തന്നെ അതിനെ നിൽക്കുകയാണെന്ന് തന്നെ ഞങ്ങൾക്ക് അതിനെ പറയാൻ പറ്റുള്ളൂ. എത്രയും വേഗം തന്നെ 2 സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന, അതുപോലെ സുപ്രീം കോടതി അടക്കം ഉൾപ്പെടുന്ന അതിൻ്റെ അതോറിറ്റി ഏറ്റവും ഈ ഡാം ഡീകമ്മീഷൻ ചെയ്ത് പുതിയൊരു ഡാമിൻ്റെ, അതായത് കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് ജലവും എന്ന നമ്മുടെ ആ വിഷൻ എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിൽ ഇത് എത്രയും പെട്ടെന്ന് ഇത് ഉണ്ടാകണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായവും അഭിമാനവും. ഇതിൽ നമുക്കൊപ്പം മറ്റു പൊതുപ്രവർത്തകർ കൂടി ചേരുന്നു. വിക്കി ജയൻ, ഇതിലെ സാമൂഹ്യപരമായ പല വിഷയങ്ങളും പ്രശ്നങ്ങളും എല്ലാം തന്നെ, കാരണം ഒരു ഭീതിതമായ ഒരു സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു അസ്ഥിരമായ ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയാണത് നമ്മുടെ ഒരു ചുറ്റുപാടുകളെല്ലാം തന്നെ? തീർച്ചയായിട്ടും, കാരണം 2018 പ്രളയം നമ്മൾ കണ്ടതാണ്. അതൊക്കെ ഓർത്തു നോക്കുമ്പോഴത്തേനും ജനങ്ങൾ ഭീതിയിലാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ ഡാമിൻ്റെ അടിയിലാണ് താമസിക്കുന്നത്. രണ്ടാമത് ഇപ്പോൾ നമ്മുടെ വയനാട്ടിലെ ഉരുൾപൊട്ടൽ, അതോടുകൂടി ജനം, അത് ഇടുക്കിയിലെ എന്നല്ല കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ ജനം തന്നെ ഭീതിയിലാണ്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ കടുംപിടുത്തം പിടിക്കാതെ 2 സ്റ്റേറ്റ് ഗവൺമെൻറ് ഇപ്പം ഒരു ധാരണയിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അത് ബന്ധപ്പെട്ട അധികാരികൾ, കേന്ദ്ര ഗവൺമെൻറ് മുഖ്യമായിട്ട് ഇതിനകത്തൊരു ഇടപെടലുകൾ നടത്തി. അത് ഇതിന് സുപ്രീം കോടതി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പോലും, നിയമപരമായിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ. കേന്ദ്ര ഗവൺമെൻറ് മുൻകൈ എടുത്തുകൊണ്ട് കേരള ഗവൺമെൻറ്റും തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെയും ഒരു പഠനം നടത്തി, വീണ്ടും പഠനം നടത്തി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ജനങ്ങളുമായിട്ട് സമ്പാദിച്ചുകൊണ്ട് എന്താണ് വേണ്ടതെന്നുള്ള രീതിയിൽ ഡാം ഡീകമ്മീഷൻ ചെയ്യണം, ഡാം പുനർനിർമ്മിക്കണം, അത് പൊട്ടിപ്പോകുമെന്നൊന്നും പറഞ്ഞേക്കുന്നത് ഞാനോ ഇവിടുത്തെ സാധാരണക്കാർ ജനങ്ങളൊന്നും അല്ല പറഞ്ഞേക്കുന്നേ. ഇത് നിർമ്മിച്ചവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, തലയ്ക്കകത്ത് മൂളയുള്ള അതേപോലെയുള്ള ധാരാളം 10,000 ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇത് തകർന്നു പോകുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ തന്നെ കണ്ട് ഇവിടുത്തെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള നടപടിയിലേക്ക് കടക്കണം. അതുമല്ല, ഇത് എനിക്ക് ഒരു ചെറിയൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ ആൾക്കാരൊക്കെ പറയുന്നത് ഇങ്ങനെ ഡാം പൊട്ടിയാൽ, മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ ഒഴുകിപ്പോകുന്ന ഒരു വശം, ഒരു 7 മീറ്റർ പൊക്കി, ഇതൊക്കെ ഇവർ വല്ലതും ഡാം, അതായത് വയനാടിലെ പ്രളയത്തിൽ തന്നെ നമ്മൾ കണ്ടു, ഒരു ചെറിയൊരു കുന്നിൻ്റെ ഒരു ഭാഗം വന്നപ്പോൾ തന്നെ ഒരു ഗ്രാമം, ഒരു പ്രദേശം, ഒരു പഞ്ചായത്ത് തന്നെ ഇല്ലാതായി. ഇവിടെ ഇതിനു മുമ്പൊരു പള്ളിവാസൽ പവർ ഹൗസ്, അതായത് കാണേണ്ടതാണ്, പള്ളിവാസൽ പവർ ഹൗസിൽ 5 അടിയുള്ള ഡാമല്ല പൊട്ടിയത്, 5 അടി വ്യാസമുള്ള ഒരു പെൻസ്റ്റോക്ക് പൈപ്പിന്റെ 1 അടി ലീക്ക് വന്നപ്പോൾ ആ ഗ്രാമം തന്നെ ഇല്ലാതായി. 14 പേര് ഞങ്ങളുടെ സഹപ്രവർത്തകരും മരണമടഞ്ഞു. ഇപ്പോഴും ബോഡി കിട്ടാനുണ്ട്. പാലം ഒഴുകിപ്പോയി, തോടുകൾ ഒഴുകിപ്പോയി, 100 വീട് ഒഴുകിപ്പോയി. ഇതൊക്കെ കാണുമ്പോൾ ആ പെൻസ്റ്റോക്ക് ഒന്ന് 2ആയിട്ടങ്ങ് മാറിയായിരുന്നെങ്കിൽ ഇടുക്കി ജില്ല കാണില്ലായിരുന്നു, എറണാകുളം ജില്ല കാണില്ലായിരുന്നു. ഇതൊന്നും അറിയാതെ പഠനം നടത്താൻ വരുന്നവരൊക്കെ ചുമ്മാ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇടുക്കിക്കാരെ പൊട്ടന്മാരാക്കി, കേരളത്തിലെ ആൾക്കാരെ പൊട്ടന്മാരാക്കിക്കൊണ്ട് ആ നടപടിയൊക്കെ മാറണം. ബന്ധപ്പെട്ട അധികാരികൾ ശക്തമായി ഇടപെടണം, കേന്ദ്ര ഗവൺമെൻറ് ഇടപെടണം, കോടതി ഇതിനകത്ത് ഇടപെടണം. ഒന്നുകൂടെ, ജനങ്ങളുടെ ജീവനാണ്, ഇവിടുത്തെ ജനങ്ങളുടെ നാട്ടുകാരുടെ ജീവനും സംരക്ഷണം. ജനങ്ങൾ തന്നെയല്ല, എത്രയോ വളർത്തുമൃഗങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലേ, അതിൻ്റെയൊക്കെ അവസ്ഥ ജനങ്ങൾക്ക് തുല്യമാണ്. ഇതൊക്കെ കണ്ട് അടിയന്തരമായിട്ട് ബന്ധപ്പെട്ട് ഡാം ഡീകമ്മീഷൻ ചെയ്യാനുള്ള നടപടിയാണ് ഇടുക്കിക്കാർക്ക് ആവശ്യം, ജനങ്ങൾക്ക് ആവശ്യം. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അത് ആ പെൻസ്റ്റോക്ക് പൈപ്പ് പൊട്ടിയ മൂലമുണ്ടായ ദുരന്തം അത് മറന്നു പോകാൻ പാടില്ല. അത് ചെറിയൊരു സംഭവമായിട്ട് മാറ്റപ്പെടേണ്ടതുമല്ല, കാരണം അതൊരു വലിയ സൂചനകൾ തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ സർക്കാരുകളുടെ ഒരു പിടിവാശിയിൽ പലപ്പോഴും ജയിക്കുന്നത് തമിഴ്നാടാണെന്ന് തോന്നുന്നത്. ഉറപ്പായിട്ടും തമിഴ്നാടിന് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളാണ്
കാലാകാലങ്ങളായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുല്ലപ്പെരിയാർ ഡാം പണി ചെയ്യുമ്പോൾ തുർക്കി മിശ്രിതം ഉപയോഗിച്ചാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. അന്ന് നിർമ്മിക്കുമ്പോൾ തന്നെ 60 വർഷം കാലപ്പഴക്കം പറഞ്ഞുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ ഡാം വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിന് ഡീകമ്മീഷൻ ചെയ്യുന്നതിനുള്ള ഒരു നടപടി ഉണ്ടാവുന്നില്ല. കാലാകാലങ്ങളായിട്ട് പഠനം നടത്തുകയും കോടതി ഇടപെടുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ആശങ്ക കണ്ടുകൊണ്ട് ഈ ഡാമിന് ബലക്ഷയമുണ്ട് എന്നുള്ള ആ ഒരു റിപ്പോർട്ടുണ്ടാകുകയും അത് പൊളിച്ചു മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നില്ല. നമുക്കറിയാം ഈ സംസ്ഥാനത്ത് 4 ജില്ലകൾ ഇല്ലാതെ ആകുന്ന ഒരു സാഹചര്യം ഈ ഡാമിന് ഉണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ എല്ലാ വർഷവും പ്രളയവും മഴയുമൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ ഡാം പൊളിച്ചു മാറ്റുന്നതിനെക്കുറിച്ച് ഇവിടെ ആളുകളും ഭരണാധികാരികളും ഒക്കെ ചിന്തിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഇടുക്കി കളക്ട്രേറ്റിൽ നടന്ന ചർച്ചയിൽ ഈ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള മന്ത്രി പോലും ഡാമിന് ബലക്ഷയമില്ല എന്ന് പറഞ്ഞപ്പോൾ തമിഴ്നാടിൻ്റെ വാദം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണോ ഉണ്ടായിട്ടുള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ UDF-ലായിരുന്നു അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നത്. മന്ത്രിയാകുന്നതിന് മുമ്പ് UDF-ൽ MLA ആയിരുന്ന കാലത്ത് എല്ലാ വർഷവും 15 ദിവസത്തോളം നിരാകാരം കിടന്നുകൊണ്ട് സമരം അനുഷ്ഠിച്ചിട്ടുള്ള ഒരാളാണ് ഇന്ന് സംസ്ഥാനത്തിൻ്റെ മന്ത്രിയായി ഈ ജില്ലയിൽ നിന്ന് ഉള്ളത്. അപ്പോൾ അദ്ദേഹം മന്ത്രിയായതിനു ശേഷം ഇതിന് ബലം ഉണ്ടായിട്ടുണ്ടോ എന്നുകൂടി ഞങ്ങളൊക്കെ സംശയിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് അടിയന്തരമായി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഇടപെട്ടുകൊണ്ട് ഇതിന് ഡീകമ്മീഷൻ ചെയ്യുന്നതിനുള്ള നടപടി ഉണ്ടാവണം. അതിന് കോടതിയിൽ നമ്മുടെ വാദങ്ങൾ ശക്തമായി ഉന്നയിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാവണം എന്നാണ് അറിയുന്നത്. ഇത് 2018 പ്രളയം അല്ലെങ്കിൽ ഇവിടുത്തെ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തം നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് അതിനുശേഷം ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ നമ്മളെ ഇടുക്കിയിലും വയനാട് അതുപോലെയുള്ള സ്ഥലങ്ങളുണ്ടായി. ഇപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് വയനാട്ടിലുണ്ടായിരിക്കുന്ന ദുരന്തം. നമുക്കൊരിക്കലും പ്രവചിക്കാൻ പറ്റാത്ത, ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെയാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ. കാരണം ഇവിടുത്തെ ജനങ്ങൾ വളരെയേറെ ഭീതിയിലാണ്. കാരണം എന്ത് സംഭവിക്കും എന്ന് ആർക്കും ഒന്നും പ്രവചിക്കാൻ പറ്റാത്ത ഒരു രീതിയിലാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഇത് തമിഴ്നാടിന് വെള്ളം കൊടുക്കണ്ട എന്ന് ഇവിടുത്തെ കേരളത്തിലെ ഒരു ജനങ്ങളൊന്നും പറയുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ജീവൻ, കേരളത്തിൻ്റെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുക. അത് 2 സർക്കാരുകളോ കേന്ദ്ര ഗവൺമെൻറ്റുകളോ ആരോ ഏതെങ്കിലും ഏജൻസികളോ അത് ഒരു സമവായത്തിലൂടെ പരിഹരിച്ച് കിട്ടണം. നമുക്ക് ഞാൻ ഇടുക്കിക്കാരനാണ്. ഞാൻ ഇവിടുത്തെ പ്രളയവും പല കാര്യങ്ങളും കണ്ടു അന്വേഷിച്ച് പോകുന്ന ആളാണ്. പക്ഷേ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്ന ഡാം ശരിക്കും ഇപ്പം നമ്മൾ ഒത്തിരി ചർച്ച ചെയ്ത് ഒത്തിരി പല കാര്യങ്ങൾ പറഞ്ഞു. എങ്കിൽ പോലും അത് പല പ്രാവശ്യം ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഡാം ഒന്ന് പുതുക്കി പണിയാനുള്ള ഒരു കാര്യം സർക്കാർ ചെയ്യുന്നില്ല. എത്രയും പെട്ടെന്ന് പുതുക്കി പണിത് ജനങ്ങളെ സംരക്ഷിക്കാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ലേ. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ കർക്കിടക മാസം വരുമ്പോൾ ചാനലിന് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പരിപാടി കൊണ്ടുവന്നത് അത് നടപടിയില്ല. നിങ്ങൾ നല്ലപോലെ ഈ ഡാമിന് വേണ്ടി മുല്ലപ്പെരിയാറിന് വേണ്ടിയിട്ട് ഈ കർക്കിടക മാസം വന്നിട്ട് ഈ സൈസ് പരിപാടി കൊണ്ട് നടക്കുന്നത്. നിങ്ങൾ എന്തായാലും മുല്ലപ്പെരിയാർ എന്നത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്. കാരണം പലരും നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് കർക്കിടക മാസത്തിലോ മഴ മൂലം വരുമ്പോഴോ ഒന്നും സംഭവിക്കുന്നതല്ല. ഇതിൽ നിരന്തരമായി ചർച്ച ചെയ്യുന്നതാണ്. പക്ഷെ അതിന് ഓരോ സമയത്തും അത് ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയങ്ങൾ അങ്ങനെ ആ രീതിയിൽ കൂടെ ജനങ്ങൾ പറയണം. കാരണം യൂട്യൂബില് പ്രേക്ഷകർ അഭിപ്രായങ്ങൾ അറിയിച്ചുകൊണ്ടേയിരിക്കുന്നു. ന്യൂസ് 8-നൊപ്പമാണ്. കൂടുതൽ ആൾക്കാരും ഡാം ഡീകമ്മീഷൻ ചെയ്യണം എന്നുള്ള അഭിപ്രായം പറയുന്നവരാണ് കൂടുതലും. അതുപോലെ തന്നെ തമിഴ്നാടുമായി ചർച്ച നടത്തണം, എന്നാൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു സമവായം ഉണ്ടാവുകയുള്ളൂ. രണ്ടുപേരും പരസ്പരമുള്ള ചർച്ചകൾ നടക്കട്ടെ എന്ന രീതിയിൽ അഭിപ്രായപ്പെടുന്നവരുണ്ട്. അതുപോലെ തന്നെ പുതിയ ഡാം എന്ന ആശയത്തെ അനുകൂലിക്കുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ ഡാം എന്ന ആശയം അത് നടപ്പിൽ വരുത്തുവാൻ കേന്ദ്ര സർക്കാർ ഇടപെടണം. ആർക്കും ദ്രോഹം ചെയ്യാതെ ഇതിന് പരിഹാരം കാണാൻ ആരുമില്ലേ? കേന്ദ്ര സർക്കാർ ഇടപെടണം, അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. മഞ്ജുഷ പറഞ്ഞ പോലെ ഡീകമ്മീഷൻ ചെയ്യണം എന്നുള്ള ആവശ്യം നിരത്തി ഇതാ പ്രേക്ഷകർ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതൊന്നും ഇപ്പോൾ തൊട്ടടുത്ത് നടക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് ജനങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവർ അക്കാര്യങ്ങൾ പറയുന്നുമുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പോലും ഇക്കാര്യത്തിൽ ഇരട്ടത്താപ്പുണ്ടോ എന്നുള്ള സംശയം പോലും ജനങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് ഈ നിയമപരമായ വഴികളിലൂടെ സഞ്ചരിക്കുന്നതിൽ അവർക്ക് വിജയം കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. കാരണം സുപ്രീം കോടതിയിൽ ഇതുവരെ അനുകൂലമായ ഒരു വിധി നേടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല. തമിഴ്നാട്
തമിഴ്നാടിന് അനുകൂലമായിട്ടാണ് വിധികൾ. മഞ്ജുഷ, ഒരു കമന്റ്. ടിറ്റു വിജയ്, ഇന്ത്യക്ക് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടി, പക്ഷേ മുല്ലപ്പെരിയാർ ഡാമിന് ഇതുവരെ കിട്ടിയില്ല, പണ്ടത്തെ കരാർ വെച്ചിരിക്കുകയാണ്. ഈ രീതിയിലുള്ള ഇത് വരുന്നു. MK വിനു പറയുന്നു, പുതിയ ഡാം ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ അല്ല, നമുക്ക് ഉടനെ ഒരു പരിഹാരം വേണം, അതുകൊണ്ട് ടണൽ താഴെ പണിത് വാട്ടർ ലെവൽ ടണൽ സിദ്ധാന്തത്തിന് വളരെയധികം പ്രചാരണം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 110 അടി ആ ഒരു ലെവലിൽ തന്നെ ക്രമീകരിക്കുവാൻ വേണ്ടി ടണൽ നിർമ്മിക്കുക എന്ന ചില ആശയങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള കമന്റുകളാണ്. ടണൽ നിർമ്മിച്ച് തമിഴ്നാടിന് വെള്ളം കൊടുക്കുക, അങ്ങനെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലനിരപ്പ് ക്രമീകരിക്കുക എന്നുള്ളത്. ഈ ഒരു ആശയവും സംസ്ഥാന സർക്കാരിന് മുന്നിലും ഉണ്ട്. പക്ഷേ ഒരുപാട് പേര് ന്യൂസ് 8ന്റെ ഈ ഇനിഷ്യേറ്റീവിനൊപ്പം നിൽക്കുകയാണ്. അവരോടെല്ലാം ഞങ്ങളുടെ പ്രത്യേക നന്ദി. കാരണം നിങ്ങളുടെ ആശങ്ക, നമ്മുടെ ആശങ്ക അറിയിക്കുക, അത് അധികൃതരുടെ മുന്നിൽ പേടിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമല്ല ഇതിനുള്ളത്. ഇപ്പോൾ തന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ചുള്ള ആശങ്ക ഉള്ള ഒരു ജനവിഭാഗത്തിന്റെ ഇടയിൽ തന്നെയാണ് അഭിപ്രായങ്ങൾ തേടുന്നത്. അവർ ആ അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ടും ഒരേ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് ആ മേഖലകളിലെ ജനങ്ങൾ പ്രകടിപ്പിക്കുന്നതും. അതിൽ രാഷ്ട്രീയ വ്യത്യാസം പോലും ഇല്ല. നമുക്കേതായാലും തിരികെ എത്താം. നമുക്കൊപ്പം വിദഗ്ധരും പ്രമുഖരും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഒപ്പം നമ്മുടെ പ്രതിനിധികൾ എല്ലായിടത്തുമുണ്ട്, അവിടെ ജനങ്ങളുമുണ്ട്. എല്ലാത്തിലേക്കും വരാം. ഒരു ചെറിയ ഇടവേള.